മോട്ടിവേഷൻ ഒരു വളരെ കാര്യമായിട്ട് പിന്നെ നിരന്തരം പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് മോട്ടിവേഷൻ കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് മോട്ടിവേഷന്റെ ഈ തിയറികൾ പിന്നെ പലതരത്തിൽ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു കൂട്ടം തിയറികളെ പറ്റി ചോദിക്കാം, അതല്ലെങ്കിൽ മോട്ടിവേഷനെ പറ്റിയായിട്ട് ചോദിക്കാം. മോട്ടിവേഷൻ പൊതുവെ ഒഴിവാക്കാറില്ല, നിരന്തരം ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് മോട്ടിവേഷൻ. സോ മോട്ടിവേഷന്റെ തിയറികളെ പൊതുവിൽ 3 പിന്നെ വർക്ക് മോട്ടിവേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു അതിന്റെ ഒരു ധാരണ. വർക്ക് പ്ലേസിൽ ഉള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു, അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ, അതെങ്ങനെ തീരുമാനിക്കപ്പെടുന്നു എന്നൊക്കെ ഉള്ളതാണ് വർക്ക് മോട്ടിവേഷന്റെ ഒരു അർത്ഥം. മോട്ടിവേഷന് പിന്നെ മെയിൻ സ്ട്രീം സൈക്കോളജിക്ക് OBയിൽ നിന്ന് ഒരുപാട് സംഭാവനകൾ കിട്ടിയിട്ടുള്ള ഒരു ഏരിയ ഓഫ് റിസർച്ച് കൂടിയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോ പ്രധാനമായിട്ടും 3 തരം തിയറികളായിട്ട് മോട്ടിവേഷനെ തിരിക്കാം. അത് ഒന്ന് കണ്ടന്റ് തിയറീസ് അല്ലെങ്കിൽ നീഡ് തിയറീസ് എന്ന് വിളിക്കുന്ന ഭാഗം. അതായത് എന്താണ് ആളുകളുടെ മോട്ടിവേറ്റഡ് ബിഹേവിയറിനകത്ത് എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന തരത്തിൽ മോട്ടിവേഷന്റെ കണ്ടന്റ് ഇറ്റ് സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന തിയറികളാണ് കണ്ടന്റ് തിയറികൾ. പിന്നെയുള്ളത് പ്രോസസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തിയറി എന്ന് വിളിക്കുന്ന ഒരു കൂട്ടമാണ്. അത് മോട്ടിവേഷനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരാൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ സ്വന്തം കമ്പനിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു, സമയം ചെലവാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അത് അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ എവിടെ നിന്ന് ഉണ്ടാകുന്നു, അതെങ്ങനെയാണ് നിലനിന്ന് പോകുന്നത്, അതിനെ നിലനിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറയ്ക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ മോട്ടിവേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന തിയറികളാണ് പ്രോസസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തിയറികളിൽ വരിക. അവിടെ ഒരു നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് പോലെയുള്ള കാര്യങ്ങളെ മോട്ടിവേഷന്റെ പിന്നെ കാരണങ്ങളായിട്ട് കണ്ട് വിശദീകരിക്കാനാണ് ഈ പ്രോസസ് തിയറികൾ ശ്രമിക്കുക. പിന്നെയുള്ളത് റീഇൻഫോഴ്സ്മെന്റ് തിയറികളാണ്. അത് കുറച്ചും കൂടെ നമ്മൾ ലേണിംഗ് പോലത്തെ കാര്യങ്ങളിൽ ലേണിംഗിലെ ഒക്കെ തിയറികളെ മോട്ടിവേഷന്റെ കാര്യത്തിൽ പ്രയോഗിക്കുന്നതാണ്. അപ്പോ പിന്നെ എന്ത് തരം റിവാർഡുകളാണ് ആളുകളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക എന്ന തരത്തിലൊക്കെ ലേണിങ്ങിനകത്തൊക്കെ നമ്മൾ പിന്നെ സ്കിന്നറിന്റെയും ഒക്കെ തിയറികളും ഒക്കെ പഠിക്കുന്നത് പോലെ എന്തൊക്കെ തിയറി, എന്തൊക്കെ ഔട്ട്കംസ് ആണ് ആളുകളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്ന തരത്തിൽ മോട്ടിവേഷനെ പിന്നെ വിശദീകരിക്കാൻ ഉള്ള ശ്രമമാണ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഔട്ട്കം തിയറികളിൽ ഉപയോഗിക്കുന്നത്. എങ്ങനെയായാലും ഈ ലേണിങ്ങും മോട്ടിവേഷനും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ലേണിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു പിന്നെ ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ്, റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ് എന്നാ പറയുക ലേണിംഗ് എന്ന് പറയുന്നത്. മോട്ടിവേഷനും ഏറെക്കുറെ ബിഹേവിയറിനെ സംബന്ധിച്ചാണ്, എങ്ങനെയാണ് ആളുകളുടെ പ്രത്യേകതരം ഓരോ തരം പെരുമാറ്റങ്ങൾ ഉണ്ടായി വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ലേണിംഗിലെ തിയറികളിലും മോട്ടിവേഷനിലെ തിയറികളിലും ലേണിംഗിലും ഒക്കെ ഉപയോഗിക്കപ്പെടാറുണ്ട്. സെൽഫ് റെഗുലേഷൻ പോലുള്ള കാര്യങ്ങൾ, സെൽഫ് റെഗുലേഷൻ ലേണിംഗിന്റെ പ്രോസസ്സിനെ വിശദീകരിക്കാനായിട്ടാണ് സെൽഫ് റെഗുലേഷൻ, സിമർമാന്റെ ഒക്കെ കാലത്ത് സെൽഫ് റെഗുലേഷന്റെ സ്റ്റഡീസ് എല്ലാം തുടങ്ങിയത്. പിന്നീട് വർക്കിലേക്കൊക്കെ അത് എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു. ഈ ലേണിംഗിൽ നടക്കുന്ന സെൽഫ് റെഗുലേഷൻ എങ്ങനെയാണ് വർക്കിന്റെ അന്തരീക്ഷത്തിൽ വരിക എന്നൊക്കെ ആൾക്കാർ പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ലേണിംഗിലും മോട്ടിവേഷനിലും കുറെ തിയറികളും വിശദീകരണങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. പക്ഷെ ലേണിംഗ് പഠിക്കുന്നത് പോലെ പലപ്പോഴും മോട്ടിവേഷനെ ഫീൽഡിൽ പഠിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ചും ലേണിംഗിനെ അപേക്ഷിച്ച് മോട്ടിവേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ലേണിംഗിലെ പല തിയറികളെയും മോട്ടിവേഷനിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഓരോ സെറ്റ് തിയറികളിലും എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഒന്ന് കണ്ടന്റ് തിയറീസ് എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. അതായത് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് എന്താണുള്ളത്, അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ കണ്ടന്റ് തിയറികൾ പറയാൻ ശ്രമിക്കുന്നത്. അതിലേറ്റവും എല്ലാവരും കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം മാസ്ലോവിന്റെ നീഡ് ഹയറാർക്കി എന്ന് പറയുന്ന തിയറിയാണ്. അവിടെ മാസ്ലോവ് പറഞ്ഞത് ഫണ്ടമെന്റലി എല്ലാ മനുഷ്യർക്കും ചില ആവശ്യങ്ങളുണ്ട്. അത് ഈ ആവശ്യങ്ങള് ഒരു ഹയറാർക്കി ആയിട്ട് എന്ന് വെച്ചാൽ ഒന്നിന് ശേഷം മറ്റൊന്ന തരത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ബേസിക് ആയ ചിലത്. ഈ ബേസിക് ആയ ആവശ്യങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ തൊട്ടടുത്ത ലെവലിലുള്ളതിലേക്ക് പോകുന്നു. അങ്ങനെ മനുഷ്യൻ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന അതേറെക്കുറെ ഒരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ആണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അത്
ഒരു വ്യക്തിക്ക് ആ വ്യക്തി എന്താണോ അവരുടെ എല്ലാ കഴിവുകളും ഒരുമിച്ച് പുറത്തെടുക്കാൻ കഴിയുക, അവർക്ക് എന്തൊക്കെ ആവാൻ കഴിയുമോ അതൊക്കെ ആവാൻ സാധിക്കുന്ന അവസ്ഥ, എന്നൊക്കെയാണ് സെൽഫ് ആക്ച്വലൈസേഷനെ വിളിക്കുന്നത്. അപ്പോൾ ഈ താഴെ ഏറ്റവും ബേസിക് ആയ ഫിസിയോളജിക്കലായ ചില ആവശ്യങ്ങളിൽ നിന്ന് തുടങ്ങി സേഫ്റ്റി, എസ്റ്റീം നീഡുകൾ, സോഷ്യൽ നീഡുകൾ, ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് കടന്ന് സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുന്ന ഒരു തിയറിയാണ്. അതുപോലെ പിന്നെ ഇത് യഥാർത്ഥത്തിൽ മാസ്ലോവിന്റെ ഈ ഒരു കൺസെപ്റ്റ് പിന്നീട് ഒരുപാട് തിയറികൾക്ക് ജന്മം നൽകിയിട്ടുമുണ്ട്, അതിന്റെ പലതരം അഡാപ്റ്റേഷനും ഒക്കെ ആയിട്ട്. പക്ഷേ മാസ്ലോവിന്റെ തിയറി നമ്മളൊക്കെയും പഠിച്ചിട്ടുണ്ടാവുക ആ ഒരു പിരമിഡിന്റെ സ്ട്രക്ചറിലായിരിക്കും. ഏറ്റവും താഴെ ഈ ഏറ്റവും വീതി കൂടിയ പോർഷനിൽ ഫിസിയോളജിക്കൽ നീഡ്സും അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ പോയി ഏറ്റവും മുകളിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സും ഒക്കെ ആയിട്ട്. അപ്പൊ അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാസ്ലോ ഒരിക്കലും അങ്ങനെ ഒരു ചിത്രമൊന്നും വരച്ച് എങ്ങും തന്റെ തിയറിയെ പറ്റി പറഞ്ഞിട്ടില്ല. മാസ്ലോവിന്റെ തിയറിയെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റു ചില ആളുകളാണ് പിന്നീട് അതിനെ ഒരു പിരമിഡ് സ്ട്രക്ചർ ഒക്കെ കൊണ്ടുവന്നത്. അത് സോഷ്യോളജിയിലേക്ക് മറ്റു ചില തിയറികളുടെ ഒക്കെ സ്വാധീനത്തിലാണ് ഈ പിന്നെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ പിരമിഡ് രൂപത്തിൽ, നമ്മുടെ ഫുഡ് ചെയിനും ഒക്കെ കാണുന്ന പോലെ പിരമിഡ് രൂപത്തിൽ പിന്നെ റെപ്രസെന്റ് ചെയ്യാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ തിയറിയെയും ഒരു പിരമിഡ് രൂപത്തിലേക്ക് മറ്റാളുകൾ പിന്നെ റെപ്രസെന്റ് ചെയ്ത് തുടങ്ങിയത്. മാസ്ലോ ഡിഡ് നോട്ട് സജസ്റ്റ് എനി ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഫോർ മോട്ടിവേഷൻ. അപ്പോ മാസ്ലോവിന്റെ തിയറിയുടെ മറ്റൊരു പ്രധാന പ്രശ്നം റിസർച്ച് എവിഡൻസിന്റെ ഇല്ലായ്മയാണ്. Possibly because concepts like self-actualization are very difficult to measure using the tools of science. സയൻസിന്റെ രീതി വെച്ചിട്ട് അളന്ന് എടുക്കാൻ പറ്റുന്ന പിന്നെ ഒന്നല്ല ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. യു ക്യാൻ അറ്റ് ദ മോസ്റ്റ് യു ക്യാൻ ആസ്ക് someone if you are a self-actualized person or not, or you can come up with certain criteria to define self-actualization and judge whether a person has attained self-actualization or not. And none of these are foolproof methods of measuring something, just like we could measure some other attitude or something. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ പോലെയുള്ള കാര്യങ്ങളെ അളക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ മാസ്ലോവിന്റെ തിയറി he proposed it in the 1950s. പക്ഷെ ഇപ്പോഴും ആവശ്യത്തിന് റിസർച്ച് എവിഡൻസ് വെച്ചിട്ട് നമുക്ക് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ആൻഡ് മോട്ടിവേഷൻ ഡസ് നോട്ട് നെസസറിലി ഫോളോ എ ലാഡർ സ്ട്രക്ചർ. ഇപ്പോ പിന്നെ ഫിസിയോളജിക്കൽ നീഡ്സ് അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ചില സേഫ്റ്റി നീഡ്സ് മതി എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടാവും. അതല്ലെങ്കിൽ മറ്റ് പല ഫിസിയോളജിക്കൽ നീഡ്സിനേക്കാളും കൂടുതൽ എസ്റ്റീം നീഡ്സിന് പിന്നെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് എ പേഴ്സൺ ഹൂ ഇസ് നാർസിസ്റ്റിക്, അത്തരം ഒരാൾക്ക് എസ്റ്റീം നീഡുകളായിരിക്കും ഏറ്റവും പ്രധാനം. ഈ സോഷ്യൽ നീഡുകളും ഒക്കെ അവരെ സംബന്ധിച്ച് വളരെ താഴെയായിരിക്കും ഒരു പക്ഷേ വരിക, അല്ലെങ്കിൽ പിന്നെ ഈ എസ്റ്റീം നീഡാണ് ആയിരിക്കും അവരുടെ പ്രൈമറി മോട്ടിവേറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ ഈ മനുഷ്യരുടെ എല്ലാവരുടെയും മോട്ടിവേഷനെ അങ്ങനെ ഒരൊറ്റ ലാഡർ സ്ട്രക്ചറിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് മാസ്ലോവിന്റെ തിയറിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പിന്നെ ഷോർട്ട് കമ്മിങ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇതേ മേഖലയിൽ വരുന്ന മറ്റൊന്നാണ് ആൽഡർഫറിന്റെ ERG തിയറി, എക്സിസ്റ്റൻസ് റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത് നീഡ്സ് എന്ന് പറയുന്നത്. ERG അതിന്റെ ഷോർട്ട് ഫോം ആണ് ERG എന്ന് പറയുന്നത്, എക്സിസ്റ്റൻസ് റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത്. സ്വാഭാവികമായും മാസ്ലോവിന്റെ ഇതേ ബേസിക് കൺസെപ്റ്റിൽ നിന്നാണ് ആൽഡർഫറിന്റെ തിയറിയും ഉണ്ടാവുന്നത്. ഇവിടെ പക്ഷെ അദ്ദേഹം ഒരു ലാഡർ സ്ട്രക്ചർ പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. he just posited that human beings have 3 levels of needs and all these levels may work together. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എക്സിസ്റ്റൻസ് എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്തിട്ട് നിങ്ങൾ റിലേറ്റഡ്നെസ്സിലേക്ക് പോകൂ എന്നൊന്നും പറഞ്ഞില്ല, മറിച്ച് ഇതെല്ലാം ഒരുമിച്ചുണ്ട്. ഇതിന്റെ the things that could satisfy these needs are different and your quests may also be different എന്നൊക്കെയാണ് ആൽഡർഫറുടെ തിയറിയുടെ പിന്നെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ആൻഡ് people may regress to an existence need even if they have achieved relatedness needs at some point. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ലാഡർ സ്ട്രക്ചർ അല്ല എന്ന് ആൽഡർഫർ തിയറിയിൽ പറയുന്നത്. ഒരു കൂട്ടം പിന്നെ ഇപ്പൊ ഗ്രോത്ത് നീഡ്സിൽ നിൽക്കുന്ന ഒരാൾ തന്നെ പിന്നീട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വരുമ്പോൾ അവരുടെ എക്സിസ്റ്റൻസ് നീഡ്സിലേക്ക് തിരികെ പോകാം, അങ്ങനെയൊക്കെ. ആൻഡ് growth needs become stronger with greater kinds of achievements and satisfaction.
ഗ്രോത്ത് നീഡ്സ് ആണ് അതിനകത്ത് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ആൽഡർഫർ പിന്നെ സപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ആൽഡർഫറുടെ ERG തിയറി എന്ന് പറയുന്നത്. മാസ്ലോവിന്റെ തിയറിയുടെ തന്നെ ഒരു അഡാപ്റ്റേഷൻ ആണ്, പക്ഷെ കുറച്ചും കൂടെ സയന്റിഫിക് എൻക്വയറിക്കും ഒക്കെ പറ്റുന്ന തരത്തിൽ നമുക്ക് ടൂൾസ് ഉണ്ടാക്കിയിട്ട് മെഷർ ചെയ്യാനും ഒക്കെ കഴിയുന്ന തരത്തിലാണ് ആൽഡർഫറുടെ തിയറിക്കകത്ത് മോട്ടിവേഷനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതേ സ്ട്രക്ചറിൽ വരുന്ന ഇതേ ബേസിക് കൺസെപ്റ്റ് പങ്കിടുന്ന മറ്റൊരു തിയറിയാണ് ഹെർസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി എന്നോ മോട്ടിവേറ്റർ ഹൈജീൻ തിയറി എന്നോ. ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപക്ഷെ 2 ഫാക്ടർ തിയറി എന്നായിരിക്കും, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പിന്നെ മോട്ടിവേറ്റർ ഹൈജീൻ തിയറി എന്ന് പറയുന്നതും ഇതേ തിയറി തന്നെയാണ്. 2 ഫാക്ടർ തിയറി മറ്റു ചില സ്ഥലങ്ങളിലും ഈ 2 ഫാക്ടർ തിയറി എന്ന് പറയാറുണ്ട്. ഇമോഷനിലും ഒക്കെ നമ്മൾ 2 ഫാക്ടർ തിയറികൾ പറയാറുണ്ട്, ഇന്റലിജൻസിലും ഉണ്ട്. അപ്പോ മോട്ടിവേഷനിലെ 2 ഫാക്ടർ തിയറി ഹെർസ്ബർഗിന്റെ തിയറിയാണ്. അത് പേര് പറയുന്ന പോലെ തന്നെ എസെൻഷ്യലി 2 ഫാക്ടേഴ്സ്, ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്, മറ്റൊന്ന് മോട്ടിവേറ്റർ ഫാക്ടേഴ്സ് ആണ്. അപ്പോ ഈ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അവ ബേസിക് നീഡുകളൊക്കെയാണ്. അവ ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം കിട്ടണമെന്നില്ല എന്നുള്ളവയാണ്. ഇപ്പോ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പോ നിങ്ങൾക്കൊരു സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഹൈജീൻ ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ട് എന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മോട്ടിവേഷൻ ഒന്നും കിട്ടണമെന്നില്ല. മറിച്ച് ഇഫ് യുവർ വർക്കിംഗ് പ്ലേസ് ഈസ് നോട്ട് സേഫ്, ദാറ്റ് മേ ഡിമോട്ടിവേറ്റ് യു. അവിടെ അങ്ങനെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതില്ല എങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുണ്ട് എന്നുള്ളത് പർട്ടിക്കുലർലി മോട്ടിവേറ്റിംഗ് ആവണം നിർബന്ധമില്ല. അപ്പൊ അവിടെ പിന്നെ ഒരു ബേസിക് സാലറി, ഒരു പിന്നെ യൂണിവേഴ്സൽ ലെവൽ ഓഫ് സേഫ്റ്റി ഫീലിംഗ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള ചിലപ്പോൾ ലീവ് പോളിസികൾ, ഇവയൊക്കെയും ഹൈജീൻ ഫാക്ടേഴ്സിന്റെ കൂട്ടത്തിലാണ് വരുന്നത്. അത് കൂടാതെ മോട്ടിവേറ്റർ എന്ന് പറയുന്ന ഒരു കൂട്ടം ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് മോട്ടിവേറ്റർ ഫാക്ടർ കുറച്ചും കൂടെ ഹയർ ലെവലിലാണ്. ദേ മോട്ടിവേറ്റ് അസ് ഫോർ ബെറ്റർ പെർഫോമൻസ്. ആൻഡ് മിക്കവാറും ഒക്കെ ഒരു വർക്ക് എൻവയോൺമെന്റ് ഇത് നോക്കുമ്പോൾ നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും ഈ മോട്ടിവേറ്റർ ഫാക്ടർ ആയിട്ട് വരിക. ഹൈജീൻ ഫാക്ടേഴ്സ് മറ്റുള്ളവയാവാം. നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റിയ അന്തരീക്ഷമുണ്ടോ, നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന അക്കോമഡേഷൻ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഹൈജീൻ ഫാക്ടർ ആയിട്ട് വരാം. മോട്ടിവേറ്റർ ഫാക്ടേഴ്സ് they can be mostly connected to your work or what you do at job. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ കണ്ടന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മോട്ടിവേറ്റർ ഫാക്ടർ ആയിട്ട് വരാം. അപ്പോൾ എത്രമാത്രം ഹൗ മച്ച് റെസ്പോൺസിബിലിറ്റി യു ആർ ഗിവൺ so that you feel connected to you feel the meaning of what you do. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ. ഈ ചെയ്യുന്ന കാര്യത്തിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിവ്, ഇതൊക്കെയും അതുപോലെ കരിയർ ഗ്രോത്ത്, അവിടെ കിട്ടുന്ന റെക്കഗ്നീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒബ്വിയസ്ലി ഈ പെർക്കുകൾ, വർക്ക് പ്ലേസിൽ കിട്ടുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പെർക്സ്, പേ റൈസസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മോട്ടിവേറ്റർ ഫാക്ടറായിട്ട് വർക്ക് ചെയ്യാം. അതാണ് ഹെർസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ മോട്ടിവേറ്റർ ഹൈജീൻ തിയറി എന്ന് പറയുന്നത്. യെസ്, മോട്ടിവേറ്റർ ഹൈജീൻ തിയറി കൂടുതലും വൈറ്റ് കോളർ അല്ലെങ്കിൽ പിന്നെ മാനുവൽ വർക്ക് അല്ലാത്ത ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ ബാധകമാവുക എന്നൊരു അഡീഷൻ കൂടിയുണ്ട്. അതിന്റെ കാരണം പലപ്പോഴും ഈ മോട്ടിവേറ്റർ നമ്മൾ പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് ഈ ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന, ആശയങ്ങൾ പ്രദാനം ചെയ്യുന്ന, പ്ലാനിങ്ങും എക്സിക്യൂഷൻ നടത്തുന്ന ആളുകൾക്കൊക്കെയാണ് പലപ്പോഴും അത് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അതല്ലാതെ ഒരു അസംബ്ലി ലൈനിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ സാധ്യത വളരെ കുറവാണ്. മെക്കാനിക്കലി ഡൂയിങ് സംതിങ് ദാറ്റ് ഹാസ് ബീൻ അസൈൻ ടു യു, അത്തരം ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ 2 ഫാക്ടർ തിയറി വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയും കൃത്യമായിട്ട് അളക്കുന്നതിലുള്ള അത് ഈ പറഞ്ഞ കണ്ടന്റ് തിയറികളുടെ ഒക്കെ ഒരു കോമൺ പ്രശ്നം കൂടിയാണ്. സയൻസിന്റെ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അളക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവയ്ക്കൊക്കെ. മറ്റൊന്ന് മക്ലറിന്റെ ലേൺ നീഡ്സ് തിയറിയാണ്. അവിടെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ എന്നിങ്ങനെ 3 തരം നീഡുകളെ പറ്റിയാണ്. ഈ 3 തരം നീഡുകളുടെയും ആകത്തുകയാണ് മോട്ടിവേഷൻ എന്നാണ് മക്ലറിന്റെ ലേൺ നീഡ്സ് തിയറിയിൽ പറയുന്നത്. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഒരുപക്ഷെ നിങ്ങൾ പ്രാക്ടിക്കലിന് ചെയ്യുന്ന ഒരു സാധനമാവാം. അതിന് ക്വസ്റ്റ്യനുകളായിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഈ പ്രാക്ടിക്കൽ, അതായത് പിന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെന്റ് ആയിട്ടും അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഒക്കെ നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യാറുള്ളതാണ്. അപ്പൊ ഒന്ന് നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്നുള്ളത് ബേസിക് ആണ്. നിങ്ങൾ ഹൗ ഫാർ ഡു യു പ്ലാൻ യുവർ സെൽഫ്
ടു അച്ചീവ് തിങ്സ് എന്നൊക്കെയുള്ളതാണ് ഈ നീഡ് ഫോർ അച്ചീവ്മെന്റിൽ വരിക. നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത് your need to be connected to people, connected to your workplace, connected to whatever is outside of us. അത്തരത്തിലുള്ള അഫിലിയേഷൻസ് പലതരത്തിലുള്ള ആൻഡ് ഹൗ മച്ച് യു ഫീൽ affiliated to your organization. നിങ്ങൾ how much do you consider yourself as an integral part of the organization? ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നീഡ് ഫോർ അഫിലിയേഷന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. നീഡ് ഫോർ പവർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇറ്റ്സ് അബൌട്ട് കൺട്രോൾ, ഹൗ മച്ച് യു ആർ ഇൻ കൺട്രോൾ ഓഫ് സ്റ്റഫ്. അത് മറ്റുള്ളവരുടെ മേലുള്ള കൺട്രോൾ ആവാം, നിങ്ങളുടെ വർക്ക് ഔട്ട്കംസിന്റെ മേലുള്ള കൺട്രോൾ ആവാം. അത്തരത്തിലുള്ള പലതരം അധികാരങ്ങൾ, പലതരം പവറിനോടുള്ള നിങ്ങളുടെ പിന്നെ നീഡ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഈ നീഡ് ഫോർ പവർ എന്ന് പറയുന്നത്. ഇത് പിന്നെ മക്ലെലിന്റെ തിയറി കുറേയേറെ സർവേകളും അത്തരത്തിലുള്ള റിസർച്ച് എവിഡൻസ് ഉള്ളതാണ്. പിന്നെയുള്ള ഒന്ന് ഓൾഡാമിന്റെ ജാക്മാൻ ആൻഡ് ഓൾഡാമിന്റെ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ, JCM എന്ന് പറയും. അത് രണ്ട് മൂന്ന് പിന്നെ ഇൻപുട്ട് ഫാക്ടേഴ്സും കുറച്ച് ഔട്ട്പുട്ട് ഫാക്ടേഴ്സും തരത്തിലാണ് പറയാൻ പറ്റുന്നത്. അതായത് എക്സ്പീരിയൻസ് മീനിങ് നമ്മൾ പറഞ്ഞു, അതായത് ഹൗ മച്ച് മീനിങ് ഫുൾ ഈസ് ദ ജോബ് ദാറ്റ് യു ഡു എന്നുള്ളതാണ്. മീനിങ് എന്ന് പറയുന്നത് വളരെ മെന്റൽ ഹെൽത്തോടൊക്കെ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. ഹൗ മച്ച് മീനിങ് ഡു യു perceive in what you do, and how much responsible you feel for the outcomes that you do, outcomes of the work that you do, and the knowledge of results. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും കൂടെ ചേർന്നിട്ട് ചില വർക്ക് റിലേറ്റഡ് ഔട്ട്കംസ് ഉണ്ടാക്കുന്നതാണ്. ഈ ഔട്ട്കംസിൽ ഒന്ന് സ്വാഭാവികമായിട്ട് മോട്ടിവേഷൻ ആണ്, മറ്റൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്, ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് ആണ് മറ്റൊന്ന്. അതുപോലെ പലതരം നെഗറ്റീവ് ബിഹേവിയേഴ്സ് ഉണ്ട്, വിത്ഡ്രോവൽ ബിഹേവിയേഴ്സ്, ആബ്സെന്റീസം, ടേൺ ഓവർ പോലുള്ള നെഗറ്റീവ് ബിഹേവിയേഴ്സും. അപ്പൊ ഇത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും, എക്സ്പീരിയൻസ്, മീനിങ് ഫുൾനെസ്, റെസ്പോൺസിബിലിറ്റി ഫോർ ഔട്ട്കംസ് ആൻഡ് നോളജ് ഓഫ് റിസൾട്ട്സ്, ഇത് മൂന്നും എത്രമാത്രം ഉണ്ടോ അതനുസരിച്ച് മോട്ടിവേഷനും സാറ്റിസ്ഫാക്ഷനും ദ ക്വാളിറ്റി ഓഫ് പെർഫോമൻസും കൂടാനും, ഇത് കുറയുന്നതനുസരിച്ച് പലതരത്തിലുള്ള വിത്ഡ്രോവൽ ബിഹേവിയേഴ്സ് ആളുകളിൽ കാണാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ JCM-നകത്ത് പറയുന്നത്, ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ എന്ന് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, കണ്ടന്റ് തിയറീസ് വരുന്നത് ഒരു 1950s മുതൽ 1970s വരെയാണ്. 1970s ശേഷം കാര്യമായിട്ടൊന്നും കണ്ടന്റ് തിയറികൾ അധികം പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടില്ല. ബിക്കോസ് ഈ 70s ശേഷമാണ് മാത്തമാറ്റിക്കൽ മോഡലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാറ്റലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. റെയ്മൺ കാറ്റല് പോലത്തെ ആളുകളൊക്കെ ഈ ഫാക്ടർ അനാലിസിസ് പോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളെ സൈക്കോളജിയിൽ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം, ആ ഘട്ടത്തിന് ശേഷം ഇത്തരത്തിലുള്ള തിയറികൾ, കണ്ടന്റ് തിയറീസ് ഒന്നും അധികം മോട്ടിവേഷൻ എന്നല്ല, പൊതുവിൽ തിയറികളിൽ ഇത്തരത്തിലുള്ള ഈ പിന്നെ ചില തിയററ്റിക്കൽ അസംഷൻസിന്റെ പുറത്തുള്ള തിയറികൾ പിന്നീട് അധികം വന്നിട്ടില്ല. കാരണം പിന്നീട് മാത്തമാറ്റിക്സ് ആണ് കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങിയത്. അതിലേക്ക് ചിലതിലേക്ക് വരാം. അപ്പോൾ ഈ ഇത്രയും എണ്ണമൊക്കെയാണ് പ്രധാനപ്പെട്ട കണ്ടന്റ് തിയറികൾ. അത് കണ്ടന്റ് തിയറീസ് പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിന് പുറത്തേക്ക് നമ്മൾ വായിച്ചു നോക്കിയാൽ വേറെയും ഈ പറഞ്ഞ ഈ എന്താണ് മോട്ടിവേഷന്റെ ഒരു ഉള്ളടക്കം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടുള്ള വേറെയും തിയറികൾ ധാരാളം പല സ്ഥലത്തായിട്ട് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യമുള്ളതൊക്കെയും എബ്രഹാം മാസ്ലോവിന്റെ തിയറിയുടെ പലതരം അഡാപ്റ്റേഷനുകളാണ്. പിന്നീട് മറ്റു തരത്തിലുള്ള ഇപ്പം JCM പോലെയുള്ള മറ്റു തിയറികളും ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെയുള്ളൊരു കൂട്ടം പ്രോസസ് തിയറികളാണ്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തിയറികളാണ്. അതായത് ഈ മോട്ടിവേറ്റഡ് ആയ എംപ്ലോയിയുടെ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയ ഇൻഡിവിജ്വലിന്റെ ഉള്ളിൽ നടക്കുന്ന ചിന്ത പദ്ധതി എങ്ങനെയാണ്, അവരുടെ ഒരു കോഗ്നിറ്റീവ് പ്രോസസ് എന്താണ് എന്നുള്ളതാണ് ഈ കോഗ്നിറ്റീവ് തിയറികൾ, പ്രോസസ് തിയറികൾ പ്രധാനമായിട്ടും പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന് റൂമിന്റെ എക്സ്പെക്ടൻസി തിയറിയാണ്. അത് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് റൂമിന്റെ തിയറിക്കകത്തുള്ളത്. ഒന്ന് എക്സ്പെക്ടൻസിയാണ്, അതായത് മെന്റൽ എസ്റ്റിമേറ്റ്, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു മെന്റൽ എസ്റ്റിമേഷൻ ഉണ്ട്, ചില കാര്യങ്ങൾ കണക്കുകൂട്ടലുണ്ട്. സോ എക്സ്പെക്ടൻസി ഈസ് എസ്റ്റിമേഷൻ ദാറ്റ് എഫേർട്സ് വിൽ ലീഡ് ടു സക്സസ്ഫുൾ പെർഫോമൻസ്. അതായത് നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് സക്സസ്ഫുൾ പെർഫോമൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും എന്നുള്ള ഒരു എക്സ്പെക്ടൻസിയാണ് ഒന്ന്. മറ്റൊന്ന് ഇൻസ്ട്രുമെന്റാലിറ്റിയാണ്. അത് യുവർ എസ്റ്റിമേറ്റ് ദാറ്റ് പെർഫോമൻസ് വിൽ റിസൾട്ട് ഇൻ സർട്ടൻ ഔട്ട്കംസ് ഓർ റിവാർഡ്സ്. അതായത്
നിങ്ങളുടെ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ എഫർട്ടിന്റെ ഔട്ട്കമായിട്ട് വരുന്ന നിങ്ങളുടെ പെർഫോമൻസ്, ഈ പെർഫോമൻസ് ഏതെങ്കിലും വിധത്തിലുള്ള റിവാർഡ്സിന് അല്ലെങ്കിൽ ഒരു പക്ഷേ പിന്നെ നിങ്ങളുടെ ആനുവൽ പിന്നെ അപ്രൈസലിലെ ഒരു മെച്ചപ്പെട്ട അപ്രൈസൽ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എംപ്ലോയി ഓഫ് ദ മന്ത് അവാർഡ് ആവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിവാർഡുകളിലേക്ക് നിങ്ങളുടെ പെർഫോമൻസ് നയിക്കും എന്നുള്ള എസ്റ്റിമേഷനാണ് ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറയുന്നത്. വാലൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഔട്ട്കംസ് നിങ്ങൾക്ക് എത്രമാത്രം പ്രധാനമാണ് എന്നുള്ളതാണ്. ഇപ്പോ നിങ്ങളൊരു പിന്നെ നിങ്ങൾക്ക് എംപ്ലോയി ഓഫ് ദ മന്ത് അവാർഡ് കിട്ടി, മലേഷ്യക്കുള്ള ട്രിപ്പാണ്, ഒരു മാസത്തിനുള്ളിൽ മലേഷ്യക്ക് പോകാനുള്ള ഫ്രീ ട്രിപ്പാണ് നിങ്ങളുടെ റിവാർഡ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പക്ഷെ പാസ്പോർട്ട് ഇല്ല, പാസ്പോർട്ടോ വിസയോ ഒന്നും എടുത്തിട്ടില്ല, നിങ്ങൾ പുറത്ത് യാത്ര ചെയ്യാൻ താല്പര്യവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ കിട്ടിയ റിവാർഡ് ബാലൻസ് ഇല്ല, ഓൾമോസ്റ്റ് നില്ലാണെന്ന് പറയാം. അപ്പോൾ അത് ഒരു അംഗീകാരം കിട്ടിയെന്നല്ലാതെ, അതേ സമയത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, മലേഷ്യക്ക് ഒരു ട്രിപ്പ് ഒരു വർഷമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇതേ റിവാർഡ് അതിന്റെ ബാലൻസ് വളരെ കൂടുതലായിരിക്കും. സോ എത്രമാത്രമാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കംസ് എത്രമാത്രം നിങ്ങൾക്ക് അട്രാക്റ്റീവ് ഓർ അൺഅട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രൂമിന്റെ എക്സ്പെക്ടൻസി തിയറി പറയുന്നത്, അല്ലെങ്കിൽ ബ്രൂമിന്റെ എക്സ്പെക്ടൻസി തിയറി പിന്നെ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ 3 ഘടകങ്ങളുടെ ഇതൊരു ചെയിനാണ്, ഒരു പ്രോസസ് ചെയിനാണ്. ഇത് ഇതെല്ലാം കൂടെ ചേർന്ന് എങ്ങനെയാണ് മോട്ടിവേഷനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ബ്ലൂമിന്റെ എക്സ്പെക്ടൻസി തിയറി പറയുന്നത്. ഇനി ആഡംസിന്റെ ഇക്വിറ്റി തിയറി ഉണ്ട്, അത് 60s തന്നെയുള്ളതാണ്. ആഡംസിന്റെ തിയറി പറയുന്നത് ഓരോ ഇൻഡിവിജ്വലും, ഓരോ വ്യക്തിയും, അത് വർക്ക് പ്ലേസിലാവുമ്പോൾ ഓരോ എംപ്ലോയിയും അവരവരുടെ എഫേർട്സ് ആൻഡ് റിവാർഡ്സ്, അത് നിങ്ങളുടെ ജോലിയിലേക്ക് ഇടുന്ന എഫർട്ടും നിങ്ങൾക്ക് ഇനി കിട്ടുന്ന റിവാർഡും, ഇതിനെ 4 തരത്തിലുള്ള കമ്പാരിസൺസ് നടത്തും എന്നുള്ളതാണ്. അത്തരം കമ്പാരിസൺസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മോട്ടിവേറ്റ് ആവുകയോ ഡിമോട്ടിവേറ്റ് ആവുകയോ ചെയ്യുന്നതാണ് ആഡംസിന്റെ ഇക്വിറ്റി തിയറി പറയുന്നത്. അവിടെ ഒരു കമ്പാരിസൺ സെൽഫ് ഇൻസൈഡ് കമ്പാരിസൺ ആണ്. അതായത് നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിങ്ങളുടെ അതേ ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അങ്ങനെയൊക്കെയുള്ള ഒരാളുമായിട്ട് നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുകയാണ്. നിങ്ങളുടെ എവേർട്സും നിങ്ങൾക്ക് കിട്ടിയ റിവാർഡുകൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഇടുന്നതിനേക്കാൾ വളരെ കുറച്ച് മാത്രം വർക്കിംഗ് അവേഴ്സ് ഇടുന്ന മറ്റൊരു എംപ്ലോയിക്ക് എനിക്ക് കിട്ടുന്ന അതേ ശമ്പളം കിട്ടുന്നു എന്ന് പറയുമ്പോൾ, അത് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഈ നേരത്തെ ബാലൻസിന്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അട്രാക്റ്റീവ്നെസ് കുറയ്ക്കുകയാണ്. കാരണം യു പെർസീവ് യുവർ സെൽഫ് ടു ബി മോർ ഹാർഡ് വർക്കിംഗ്, but you don't see any differentiation in the rewards that you get. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മോട്ടിവേഷൻ കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു കമ്പാരിസൺ സെൽഫ് ഔട്ട്സൈഡ് കമ്പാരിസൺ ആണ്. അതായത് നിങ്ങളുടെ ഓർഗനൈസേഷന് പുറത്ത് നിങ്ങളുടേതുപോലെ തന്നെയുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളുമായിട്ടുള്ള കമ്പാരിസൺസ്. അവിടെ പക്ഷേ ഈവൻ ഇഫ് ദി ഔട്ട്കംസ് or your comparisons are not at par with your own, the level of motivation or the level of demotivation that you may have are lesser, because പുറത്തുള്ള ഒരാളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കുറെ വേരിയബിൾസ് ഉണ്ട്. അവിടുത്തെ വർക്ക് പ്രഷർ എത്രയാണ്, അവിടെ മറ്റുള്ളവർക്ക് കിട്ടുന്നത് എത്രയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് നിങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ അത്തരം കമ്പാരിസൺസിന് നിങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ് കുറച്ച് കുറവായിരിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കമ്പാരിസൺ അതർ ഇൻസൈഡ് കമ്പാരിസൺ ആണ്. അതായത് നിങ്ങളുടെ ഓർഗനൈസേഷനകത്ത് തന്നെ നിങ്ങളുടെ ഇന്നും വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ഒരാളുമായിട്ട് നിങ്ങൾ സ്വയം കമ്പയർ ചെയ്യുക. ഉദാഹരണത്തിന് ഒരു ലൈൻ വർക്കർ അവിടെ സിഇഒയ്ക്ക് കിട്ടുന്ന കോമ്പൻസേഷനുമായിട്ട് സ്വയം കമ്പയർ ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടുന്ന മോട്ടിവേഷൻ എത്രമാത്രമാണുള്ളത്. കോർപ്പറേറ്റിലൊക്കെ, പ്രത്യേകിച്ച് IT-ലൊക്കെ വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പേ പാരിറ്റി എന്ന് പറയുന്നത്. അതായത് കമ്പാരിസൺ ബിറ്റ്വീൻ വിത്ത് ദ സിഇഒ ആൻഡ് ദ ലോവസ്റ്റ് ലെവൽ എംപ്ലോയി. അത് ആമസോൺ, വാൾമാർട്ട് പോലെയുള്ള ഒരുപാട് കോർപ്പറേറ്റുകളിൽ പലതരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. അതായത് സിഇഒസിന് കിട്ടുന്ന the salaries that CEOs draw are enormously large when compared to the average salary earned by either a middle level employee or an entry level employee in organizations. And this
ദിസ് ഡിഫറൻസ് ഈസ് ഗ്രോയിങ് എന്നാണ് പറയുന്നത്. അത് ഒരു കോർപ്പറേറ്റ് എടുത്താലും അവിടെ സിഇഒസിന് കിട്ടുന്ന ശമ്പളവും അവിടുത്തെ സാധാരണ മറ്റ് എംപ്ലോയീസിന് കിട്ടുന്ന ശമ്പളവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എടുത്താൽ ഈ ഗ്യാപ്പ് നിരന്തരം വർദ്ധിച്ചു വരികയാണെന്നാണ് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ആഡംസ് ഇക്വിറ്റി തിയറി, ദിസ് disparity can lead to demotivation among employees. അപ്പോൾ നാലാമത്തെ കമ്പാരിസൺ അതർ ഔട്ട്സൈഡ് കമ്പാരിസൺ ആണ്. സ്വാഭാവികമായും വലിയ കമ്പാരിസന് സാധ്യതയില്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു ജോബ് പ്രൊഫൈലുള്ള നിങ്ങളുടെ ഓർഗനൈസേഷന് പുറത്ത് ജോലി ചെയ്യുന്ന മറ്റൊരാളുമായിട്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ നടന്ന കമ്പാരിസൺ പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഈ വടക്കേന്ത്യക്കാണ് ശർമാജി കാ ബേട്ട എന്ന് പറയുന്നൊരു ഇത് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ അമ്മ ശർമാജി കാ ബേട്ട എന്ത് ചെയ്യുന്നു എന്നുള്ളത് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് പലപ്പോഴും നിങ്ങളെ അംഗീകരിക്കുക എന്നുള്ളത്. നമ്മുടെയൊക്കെ പലപ്പോഴും അമ്മമാർക്ക് അല്ലെങ്കിൽ ഈ അയൽവക്കത്തുള്ള ആളുകൾക്കൊക്കെ ഉള്ള കമ്പാരിസൺ ആണ്. നിങ്ങളുടെ ജോലി പിന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജോലിയില്ലല്ലോ എന്ന് പറയും. അത്തരത്തിലുള്ള കമ്പാരിസൺസ്, ഇതേ കമ്പാരിസൺസ് നമ്മൾ തന്നെ നടത്തുമ്പോഴാണ് അതിനെ അതർ ഔട്ട്സൈഡ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 4 ബേസിക് കമ്പാരിസൺസ് ആണ് നമ്മൾ ഓരോരുത്തരും ജോബ് മോട്ടിവേഷന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ചെയ്യുന്നതെന്നാണ് ഇക്വിറ്റി തിയറി പറയുന്നത്. ഇനി ഈ ഇനിക്വിറ്റി നമ്മൾ ഈ കമ്പാരിസൺ നടത്തുമ്പോൾ നമ്മൾ ഇനിക്വിറ്റി കാണുമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ കാണുമെന്ന് വിചാരിക്കാം. അത് കുറയ്ക്കാനായിട്ട് ആളുകൾ ചെയ്യുന്ന പലതരത്തിലുള്ള ബിഹേവിയേഴ്സ് എന്തൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. ഒന്ന്, ഇൻപുട്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇൻപുട്ടുകൾ ചിലപ്പോൾ നമ്മൾ കൂട്ടാം. മോട്ടിവേഷൻ കൂടുതൽ മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻപുട്സ് കൂട്ടാം. നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻപുട്ട് കുറയ്ക്കാം. അപ്പൊ ഔട്ട്കംസിൽ ചേഞ്ച് വരുത്താം. നിങ്ങളുടെ പ്രൊഡക്ഷനിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഔട്ട്കംസിൽ ചേഞ്ച് വരുത്താം. ഈ നിങ്ങൾ കമ്പാരിസൺ ചെയ്യുന്ന ആളുകളുമായിട്ട് ഉള്ള അവരുടെ ഇൻപുട്ടോ അവരുടെ ഔട്ട്കംസോ ഒക്കെ മോഡിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇതിന് നടത്താം. അതുപോലെ ആരുമായിട്ടാണോ നിങ്ങൾ സ്വയം കമ്പയർ ചെയ്യുന്നത്, ആ കമ്പാരിസൺ ചെയ്യുന്ന നിങ്ങളുടെ റെഫറൻസ് പോയിന്റ് തന്നെ മാറ്റാം. കാരണം പലപ്പോഴും അത്തരം കമ്പാരിസൺസ് നടത്തിയാൽ നമ്മളെങ്കിലും എത്തില്ല എന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ കമ്പാരിസൺ ശരിയല്ല എന്നൊക്കെ തോന്നിയിട്ടൊക്കെ നമ്മൾ ഇത്തരം കമ്പാരിസൺസ് ആരുമായിട്ടാണോ നിങ്ങൾ സ്വയം കമ്പയർ ചെയ്യുന്നത് അത് മാറ്റിയിട്ട് ഒരു പക്ഷേ നിങ്ങളെക്കാൾ കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന മറ്റൊരാളെയൊക്കെ വെച്ച് നിങ്ങൾ സ്വയം കമ്പയർ ചെയ്ത് സ്വയം മോട്ടിവേറ്റ് ആയിട്ട് നിൽക്കാനൊക്കെ ശ്രമിക്കാം. അതുപോലെ നിങ്ങളുടെ പെർസെപ്ഷൻസ്, നിങ്ങളുടെ ജോലിയെ പറ്റിയും ഒക്കെയുള്ള നിങ്ങളുടെ പെർസെപ്ഷൻസ് മാറ്റാം. എക്സ്ട്രീം കേസുകളിൽ ആളുകൾ ഇനിക്വിറ്റി എന്ന് കാണുമ്പോൾ പലപ്പോഴും അട്രീഷൻ സംഭവിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ ജോലി വിട്ടുപോവുക, ഫീൽഡ് മാറാനോ ജോലി മാറാനോ ഒക്കെ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഇനിക്വിറ്റിയോട് കോപ്പപ്പ് ചെയ്യുന്നതെന്നാണ് ഇക്വിറ്റി തിയറി പറയുന്നത്. പിന്നെ 90s വന്നിട്ടുള്ള ഗോൾ സെറ്റിംഗ് തിയറിയാണ്. ലോക്ക് അല്ലാത്ത പറഞ്ഞ ഗോൾ സെറ്റിംഗ് തിയറിയാണ്. അവിടെ ഇൻഡിവിജ്വൽ ഗോൾസ് ആണ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് അവരുടെ ഒരു തിയറിയുടെ ഒരു ബേസിക് ഇത്. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ കൺസൾട്ടൻസികൾ, ഗ്ലോബൽ കൺസൾട്ടൻസികൾ ഒക്കെ ഇന്ത്യയിലൊക്കെയുള്ള സ്ഥാപനങ്ങൾ, ബാങ്കുകൾ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അവിടുത്തെ ട്രെയിനിങ്ങിന്റെയും കപ്പാസിറ്റി ബിൽഡിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് മുഴുവൻ എംപ്ലോയീസിനെ കൊണ്ടും ഇൻഡിവിജ്വൽ ഗോൾസ് ഉണ്ടാക്കിക്കാനൊക്കെ പറയും. ബാങ്കുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 മാനേജറൊക്കെ ആകുകയാണെങ്കിൽ നിങ്ങളോട് പിന്നെ ഇയർലി ഗോൾസ് സെറ്റ് ചെയ്യാനും ഒക്കെ പറയും. ഈ ഗോൾ സെറ്റിങ്ങും പിന്നെ ആ ഗോൾസ്, നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോൾസുമായിട്ട് ബന്ധപ്പെട്ടാണ് മോട്ടിവേഷൻ കിടക്കുന്നത്. ഇത്തരം തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അത്തരം കൺസൾട്ടൻസി പ്രാക്ടീസസ് ഉണ്ടാവുന്നത്. അപ്പോ അവിടെ ഗോൾ അക്സെപ്റ്റൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ് അവർ പറയുന്നത്. അതായത് എത്രമാത്രം നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയ ഗോൾസ് ആണ് നിങ്ങൾ തന്നെ സ്വയം സെറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനകത്ത് പലപ്പോഴും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. നിങ്ങളുടെ ഗോൾസ് പക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരാളൊക്കെ ആവാം നിങ്ങൾ. അതേസമയം നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഫീൽഡിലാണ്, ഒരു ഓഡിറ്റ് ഫേമിലാണ്. അവിടെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഈ സെറ്റ് ചെയ്യപ്പെടുന്ന ഗോൾസ് നിങ്ങൾക്ക് എത്രമാത്രം അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളത്. അപ്പൊ അതാണ് ഗോൾ അക്സെപ്റ്റൻസ് എന്നുള്ളത്. സ്പെസിഫിസിറ്റി ഓഫ് ദി ഗോൾസ്, അതായത് ഈ ഗോൾസ് എത്രമാത്രം സ്പെസിഫിക് ആണ് എന്നുള്ളത്, നിങ്ങളുടെ കഴിവുകൾക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ താല്പര്യത്തിനും ഒക്കെ അനുസരിച്ച് എത്രമാത്രം സ്പെസിഫിക് ഈസ് ദിസ് ഗോൾസ്. അതുപോലെ അവ എത്രമാത്രം കൃത്യമാണെന്നുള്ളത് സ്പെസിഫിസിറ്റിക്കകത്ത് തന്നെ വരും. അതായത് പെർഫോമൻസ് മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ കൺസെപ്റ്റ് എടുത്താൽ അവിടെ NPA കുറയ്ക്കുക എന്ന് പറയുന്നത് അത്ര സ്പെസിഫിക് അല്ലാത്തൊരു ഗോളാണ്. അതേസമയത്ത് ബേസ് ഇയറിൽ നിന്നും
32% പിന്നെ NPA കുറയ്ക്കുക എന്നതൊരു ബാങ്ക് അവരുടെ ഗോളായിട്ട് വെക്കുകയാണെങ്കിൽ സ്പെസിഫിക് ആണ്. അപ്പൊ ഈ സ്പെസിഫിസിറ്റി കൂടുന്നത് മോട്ടിവേഷൻ കൂട്ടാം എന്ന് ആണ് ഈ തിയറി പറയുന്നത്. അതുപോലെ ഹൗ മച്ച് ചലഞ്ചിങ് ഈസ് ദ ഗോൾ എന്നുള്ളതും ഹൗ മച്ച് ഫീഡ്ബാക്ക് വി ഗെറ്റ് ഫ്രം ദ ഗോൾസ് എന്നുള്ളതും മറ്റ് പ്രധാനപ്പെട്ട ഗോൾ സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഗോൾസ് നമ്മുടെ മോട്ടിവേഷനെ സ്വാധീനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പൊ ഇതാണ് മോട്ടിവേഷന്റെ കോഗ്നിറ്റീവ് തിയറികൾ, അല്ലെങ്കിൽ പ്രോസസ് തിയറികൾ. അത് നോക്കിയാൽ അറിയാം 90s വരെയുള്ള തിയറികളാണ്. അതിനകത്തൊക്കെയും ഈ ഒരു ഘടകം, അതായത് വാട്ട് ഈസ് ദ കോഗ്നിറ്റീവ് പ്രോസസ് ദാറ്റ് ഹാപ്പൻസ് വെൻ പീപ്പിൾ ട്രൈ ടു മോട്ടിവേറ്റ് ദംസെൽവ്സ് എന്നുള്ളതാണ്, ട്രൈ ടു അച്ചീവ് ഗോൾസ് എന്നുള്ളതാണ് പ്രോസസ് തിയറികളുടെ ഒരു ഉള്ളടക്കം തന്നെ. ആൻഡ് ഹെഡിങ് വെച്ചിട്ടില്ല. സോ റീഇൻഫോഴ്സ്മെന്റ് ഓർ ഔട്ട്കം തിയറികളാണ് പിന്നെയുള്ള ഒരു കൂട്ടം. ഒന്ന് പിന്നെ റീഇൻഫോഴ്സ്മെന്റ് തിയറിയാണ്. റീഇൻഫോഴ്സ്മെന്റ് നമുക്കറിയാം, റീഇൻഫോഴ്സ്മെന്റ് നിങ്ങൾ ലേണിംഗിൽ പഠിച്ചിട്ടുണ്ടാവും. റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ. അതായത് the kind of feedback that you get from the environment for certain behaviors. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ലേണിംഗിൽ നിന്നും മോട്ടിവേഷനിലേക്ക് ഒരുപാട് തിയറികൾ കടം കൊണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ കൂട്ടത്തിൽ ബന്ധ ഒന്നാണ് ഈ റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്ന് പറയുന്നത്. സ്കിന്നറുടെ ലേണിംഗിലെ ബേസിക് വർക്കിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് റീഇൻഫോഴ്സ്മെന്റ് തിയറി ഉണ്ടാവുന്നത്. അപ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റുകൾ നിങ്ങളുടെ പലതരം ബിഹേവിയറുകളെ മോട്ടിവേറ്റ് ചെയ്യാം. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റുകൾ മാലഡാപ്റ്റീവായ ബിഹേവിയറുകളെ കുറയ്ക്കാം. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനകത്തെ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളൊക്കെയും അവിടെ മോട്ടിവേഷൻ നമുക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഐ ബിലീവ് യു are used to these terms in learning, റീഇൻഫോഴ്സ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഈ പിന്നെ ഫിക്സഡ് ഇന്റർവെൽ ഫിക്സഡ് റേഷ്യോ, വേരിയബിൾ ഇന്റർവെൽ വേരിയബിൾ റേഷ്യോ പോലെയുള്ള ഔട്ട്കംസ്, അത് പിന്നെ പലതരത്തിലുള്ള ലേണിങ്ങിനകത്ത് എങ്ങനെയാണോ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണോ ലേണിങ്ങിനെ സഹായിക്കുന്നത്, അതേപോലെ ഇവിടെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ മോട്ടിവേഷനെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയറിനെ പിന്നെ മോട്ടിവേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ളതാണ്. ഇപ്പോ ഒരു വേരിയബിൾ റേഷ്യോയുടെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ബോണസുകൾ. ഇപ്പോൾ ഓരോ വർഷവും ബോണസ് കിട്ടുന്നത് കമ്പനിയുടെ പെർഫോമൻസിന്റെ ഒരു ഫാക്ടർ ആയിട്ടാണ്. അപ്പൊ കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ബോണസ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. അതൊരു വേരിയബിൾ റേഷ്യോയിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ആണ്. അത് പലപ്പോഴും ഈ പറഞ്ഞ ഒരു ചെറിയ ഫേം ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നിങ്ങളുടെ കമ്പനിയുടെ പിന്നെ നെറ്റ് പ്രോഫിറ്റിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ വേരിയബിൾ റേഷ്യോയിലുള്ള ബോണസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ സമയം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ്സ് പിന്നെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ ഇൻപുട്ട് കൊടുക്കാം. അപ്പൊ അത്തരത്തില് പിന്നെ വേരിയബിൾ റേഷ്യോ പിന്നെ മോട്ടിവേഷൻ വർക്ക് ചെയ്യാം. അതുപോലെ ഓരോന്നും ഫിക്സ്ഡ് ഇന്റർവെൽ, നിങ്ങളെ സാലറി പോലത്തെ സാധനങ്ങൾ അതിന് പിന്നെ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ പിന്നെ ഫിനാൻഷ്യൽ ശമ്പളം, ഞാൻ ബോണസും സാലറിയും മാത്രം പറഞ്ഞുകൊണ്ട് ഫിനാൻഷ്യൽ ആണെന്ന് മാത്രമല്ല, പലതരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ, അത് എംപ്ലോയി ഓഫ് ദ മന്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനമാവാം, നിങ്ങൾക്ക് വല്ല ഈ ഹോൾ ഓഫ് ഫെയിം അല്ലെ വാക്ക് ഓഫ് ഫെയിം ഒക്കെ ഉണ്ടെങ്കിൽ അതാവാം. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അംഗീകാരങ്ങൾ ഒക്കെ റീഇൻഫോഴ്സ്മെന്റുകളായിട്ടോ പണിഷ്മെന്റ് ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യാവുന്നതാണ് റീഇൻഫോഴ്സ്മെന്റ് തിയറിയുടെ ഒരു ബേസിക് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി സ്കിന്നേഴ്സ് ലേണിംഗ് തിയറീസ് അപ്ലൈ ടു മോട്ടിവേഷൻ. മറ്റൊന്ന് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയ വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഈ പിന്നെ ചോദ്യങ്ങൾ പരീക്ഷിക്കുന്നതിനൊക്കെ ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ തിയറീസ് ആൻഡ് തിയറി എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുള്ള ബേസിക് അസംഷൻസ് ആണ് മനുഷ്യന്റെ പ്രകൃതത്തെ പറ്റിയുള്ള അസംഷൻസ്, ടു സെറ്റ്സ് ഓഫ് അസംഷൻസ് റിഗാർഡിംഗ് ദ ബേസിക് നേച്ചർ ഓഫ് ഹ്യൂമൻസ്. അതാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറയുന്നത്. അത് ഒരു ഓപ്ഷൻ പോലെയൊക്കെയാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. അതായത് യു ക്യാൻ ടേക്ക് either of these two approaches and you can work towards motivating your employees എന്നുള്ളതാണ്. അത് ഒരു തരത്തിൽ നമ്മുടെ മാനേജ്മെന്റ് ഫീൽഡിന്റെ തന്നെ ഒരു വളർച്ചയുടെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ആദ്യകാലങ്ങളിൽ
യന്ത്രങ്ങൾക്ക് സമാനമായിട്ടാണ് മനുഷ്യരെയും കണ്ടിരുന്നത്. അതായത് നിങ്ങളൊരു പിന്നെ അസംബ്ലി ലൈൻ ഉണ്ടാക്കുകയാണെങ്കിൽ അസംബ്ലി ലൈനിൽ നിങ്ങൾക്ക് പിന്നെ പലതരം മെഷീൻസ് ഉണ്ടാവും. ഈ മെഷീൻസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടും അല്ലെങ്കിൽ ഈ മെഷീൻസിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ മനുഷ്യരെയും കണ്ടിരുന്നത്. ഇപ്പൊ ഈ പിന്നെ മൈനുകൾ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് മൈനുകളിലൊക്കെ നടന്നിരുന്ന ജോലിയുടെ ഒരു സ്വഭാവം ഇത്തരത്തിലായിരുന്നു. മൈനുകൾ എടുക്കണമെന്നില്ല, നിങ്ങൾ കേരളത്തിൽ ഉള്ളയാളാണെങ്കിൽ നിങ്ങൾ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാം ഈ തേയിലത്തോട്ടങ്ങളുടെ ഒരു ലെഗസി തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ തുടങ്ങിയതാണ്. നമ്മുടെ നാട്ടിലെ തേയിലത്തോട്ടങ്ങളൊക്കെ അവിടെ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, അവരുടെ ലിവിങ് കണ്ടീഷൻസ്, അതല്ലെങ്കിൽ അവരുടെ പിന്നെ നേച്ചർ ഓഫ് വർക്ക് ദാറ്റ് ദേ ഡു, ഇതൊക്കെ ഈ പറഞ്ഞ ടൈലറിന്റെ ഒരു സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ വരുന്ന കാലത്തെ അതേ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടെ പിന്നെ ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്ന പണി ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ദെയർ പിന്നെ എനി കൈൻഡ് ഓഫ് വെൽബീയിങ് ആണ്. അവരുടെ മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, എന്തിനും ഇതിലൊന്നും നിരക്കുന്ന തരത്തിലുള്ള പണിയല്ല ഈ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നത്. അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്, സാലറി എന്നല്ല, വേജസ് ഒക്കെയാണ്. അവർക്ക് കിട്ടുന്ന വേജസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് നോവെയർ comparable to the amount of work that they do. അതൊക്കെ ഈ പറഞ്ഞ ഈ മനുഷ്യരെ ഒരു നമ്മൾ ഈ പറഞ്ഞ ഹ്യൂമൻ റിലേഷൻസ് പെർസ്പെക്റ്റീവോ, നമ്മൾ ഈ പറയുന്ന പിന്നെ മോട്ടിവേഷന്റെ ഈവൻ ഒരുപക്ഷെ എബ്രഹാം മാസ്ലോവിന്റെ എന്ന തിയറിയുടെ ഒരു ഘട്ടത്തിലേക്ക് പോലും നമ്മുടെ നാട്ടിലും ഉൾപ്പെടെ, അപ്പോൾ ഈ മൂന്നാറിലെ തീരത്തോളം പറയുന്നത് കേരളത്തിൽ തന്നെയാണ്. കേരള ഈസ് സപ്പോസ് ടു ബി മച്ച് ബെറ്റർ ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻ സർട്ടൺ ആസ്പെക്ട്സ്. അപ്പൊ അവിടെ ഇപ്പം അത്തരത്തിലുള്ള ഒരു ഈ അസംബ്ലി ലൈൻ സ്വഭാവത്തിൽ നിൽക്കുന്ന പല സ്ഥലങ്ങളിലും ഇന്ത്യയിലുള്ള ഒരുപാട് സ്വെറ്റ് ഷോപ്പുകൾ, ഇപ്പോ പിന്നെ ആപ്പിൾ കമ്പനിയൊക്കെ അവരുടെ മെഷീൻസ് മാനുഫാക്ചർ ചെയ്യുന്നത് ബംഗ്ലാദേശിലും ഇന്ത്യയിലൊക്കെയാണ്. അത്തരത്തിലുള്ള സ്വെറ്റ് ഷോപ്പുകളിലൊക്കെ പോകുന്നത് ഇതേ പറഞ്ഞ ഈ ബേസിക് അസംപ്ഷൻ ഉണ്ട്, മനുഷ്യരെ പറ്റിയുള്ള ബേസിക് അസംപ്ഷൻ. അതൊക്കെ തിയറി എക്സിനകത്താണ് വരുന്നത്. സോ the theory X assumes that the average person dislikes work and tries to avoid it. അതായത് പണി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത, പണി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ആവറേജ് എംപ്ലോയി എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, that the employee has no ambition, avoids responsibility and would rather follow than lead. ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മാത്രം കഴിയുന്ന, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത, വലിയ അംബീഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ് മറ്റൊരു അസംപ്ഷൻ. The third assumption is that the average employee or the average human being is selfish and does not particularly care about organizational goals. അതായത് അവരവരുടെ കാര്യം മാത്രം നോക്കുന്ന സെൽഫിഷ് ബീയിങ്സ് ആണ് ഹ്യൂമൻസ് എന്നും അവർക്ക് ഓർഗനൈസേഷന്റെ ഗോൾസുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്നാണ് മറ്റൊരു അസംപ്ഷൻ. ആൻഡ് another assumption is that the average human person or the employee is gullible and not really bright എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ചിന്തിച്ചെന്തെങ്കിലും കണ്ടെത്താനൊക്കെ കഴിവൊന്നുമുള്ള ആളുകളൊന്നുമല്ല എന്നുള്ളതാണ്. അവരെ എളുപ്പം പറ്റിക്കാൻ പറ്റും എന്നൊക്കെയുള്ളതാണ്. ആൻഡ് theory X also assume that the average person works only for money and security. അപ്പോൾ ശമ്പളം, ഒരുപക്ഷെ താമസിക്കാൻ ഒരു സ്ഥലം, ഇത് രണ്ടും മാത്രം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ബേസിക് നീഡ്സ് മാത്രമേ എംപ്ലോയീസിന് ഉള്ളൂ എന്നത് മറ്റൊരു അസംപ്ഷൻ ആണ്. ആൻഡ് ഇറ്റ് അഗെയിൻ വർക്ക്സ് വെരി വെൽ വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ഓൾ ദീസ് ടീ ഫാക്ടറീസ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലയങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, കഴിഞ്ഞ വർഷമൊക്കെ പെട്ടിമുടി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉണ്ടായ ദുരന്തമൊക്കെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് തിയറി എക്സ് ആൻഡ് തിയറി വൈയുടെ കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് അസംപ്ഷൻസ് ഉണ്ട്, സാധാരണ മനുഷ്യരെ സംബന്ധിക്കുന്ന കുറച്ച് ബേസിക് അസംപ്ഷൻസ് ഉണ്ട്. അതിന്റെ ഒരു സൈഡാണ് ഈ തിയറി എക്സ് പറയുന്നത്. തിയറി വൈ എന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ തിയറി വൈ അസ്യൂംസ് ദാറ്റ് ദി ആവറേജ് യുവർ ആവറേജ് employee or the human being has a psychological need to work just as we play and rest, and that the employee may be ambitious, self-motivated, and seeks achievement and responsibility rather than just seeking money and security. And it also assumes that we all set personal goals, and our personal goals may align with organizational goals. And it also assumes that average human beings possess the ability for creative problem solving, and that we work for self-fulfillment, not for money and security alone. അത്തരത്തില് കുറച്ചുകൂടെ ഹ്യൂമനിസ്റ്റിക് ആയിട്ട് നമ്മൾ സ്കൂൾസ് ഓഫ് സൈക്കോളജി പഠിക്കുന്നുണ്ടെങ്കിൽ ജനറൽ സൈക്കോളജി പേപ്പർ നമ്മൾ ഹ്യൂമനിസ്റ്റിക് സ്കൂൾ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ ഈ മോട്ടിവേഷന്റെ കാര്യം എടുത്താലും, മാനേജ്മെന്റ് ഫീൽഡ് ആസ് സച്ച് എടുത്താലും, സൈക്കോതെറാപ്പി പോലുള്ള സാധനങ്ങൾ എടുത്താലും, സൈക്കോതെറാപ്പി പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാവില്ല തോന്നുന്നു, സൈക്കോതെറാപ്പി എടുത്താലും ഇതിന്റെയൊക്കെ വളർച്ചയ്ക്ക് സോഷ്യോളജിയിലെ ഒരു തിയറികളുമായിട്ട് വളരെ കൃത്യമായിട്ടൊരു ബന്ധമുണ്ട്. അതായത്
സോഷ്യോളജിയിൽ ഇപ്പൊ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടാണ് ഇപ്പൊ ഹ്യൂമനിസ്റ്റിക് സ്കൂൾ, കോഗ്നിറ്റീവ് സ്കൂൾ എന്നൊക്കെ പറയുന്ന ഓരോ സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ടായി വന്നിട്ടുള്ളത്. അതേ മാതൃകയിലാണ് മാനേജ്മെന്റ് തിയറികളും മോട്ടിവേഷൻ തിയറികളും ഒക്കെ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ കാണുന്ന തിയറി വൈ എന്ന് പറയുന്നത് ഈ ഹ്യൂമനിസ്റ്റിക് സ്കൂളിന്റെ ഒക്കെ ഒരു ചിന്തയാണ്. അതായത് ദ ഹ്യൂമൻ ബീയിങ് ആസ് having free will and being self-motivated, motivated towards achievements, തിങ്കിങ് അബൌട്ട് മീനിങ് ഓഫ് ലൈഫ്, ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളതിൽ നിന്നാണ് ഈ ഹ്യൂമനിസ്റ്റിക് സ്കൂളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഹ്യൂമനിസ്റ്റിക് സൈക്കോതെറാപ്പി, ലോഗോതെറാപ്പി പോലെയുള്ള പല തെറാപ്പികളിലും ഒക്കെ നിൽക്കുന്നത് അത്തരത്തിലുള്ള ചില കാഴ്ചപ്പാടുകളും ഒക്കെയാണ്. സോ theory X and theory V is also a reflection of this changing thought about human beings. അപ്പോ ഇത്രയെണ്ണമൊക്കെയാണ് പ്രധാനപ്പെട്ട മോട്ടിവേഷനിലെ തിയറികൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഒന്ന് കണ്ടന്റ് തിയറി അല്ലെങ്കിൽ നീഡ് തിയറി എന്ന് പറയുന്നത്. അത് വാട്ട് ഈസ് എ കണ്ടന്റ് ഓഫ് മോട്ടിവേഷൻ എന്നുള്ളതാണ്. ഈ മോട്ടിവേഷൻ എന്ന പ്രോസസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് കണ്ടന്റ് തിയറി പറയുന്നത്. പ്രോസസ് തിയറി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഈ മോട്ടിവേഷൻ എന്ന പ്രോസസ്, അത് ലേണിംഗിലായാലും മോട്ടിവേഷനിലായാലും ഒക്കെ ആ പ്രോസസ്സിന്റെ സമയത്ത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന തോട്ട് പ്രോസസ് എന്താണ്, നമ്മുടെ കോഗ്നിഷൻ എന്താണ് എന്നൊക്കെയുള്ളതാണ് പ്രോസസ് തിയറികൾ പറയുന്നത്. മൂന്നാമത്തേത് ഔട്ട്കം ഓർ റീഫോഴ്സ്മെന്റ് തിയറികളാണ്. ഹൗ വി ബിഹേവ് ഇൻ റെസ്പോൺസ് ടു അവർ എൻവയോൺമെന്റ് എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് അസംഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു മൂന്ന് സെറ്റ് മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട തിയറികൾ. അഡീഷണൽ ആയിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും തിയറിയിൽ കണ്ടെത്താൻ പറ്റും. ഇതിന്റെയൊക്കെ പ്രത്യേകിച്ചും ഈ കോഗ്നിറ്റീവ് സ്കൂളൊക്കെ വന്നതിന് ശേഷം മോട്ടിവേഷനെ വീണ്ടും പലതരത്തിൽ ഡിഫൈൻ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ വേറെ നടന്നിട്ടുണ്ട്. ആൻഡ് OBയിലെ 4 പ്രധാനപ്പെട്ട മോഡലുകളുണ്ട്. വെച്ചാൽ ഈ OBയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓർഗനൈസേഷൻസിനെ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന 4 പ്രധാനപ്പെട്ട മോഡലുകളാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു അസൈൻമെന്റ് ക്വസ്റ്റ്യനിൽ നിന്നാണ് എടുത്തതെന്ന് തോന്നുന്നു. 4 പ്രധാനപ്പെട്ട മോഡൽസ് ഇൻ OBയാണ്. അത് 4 എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കാം. ഒന്ന് ഓട്ടോക്രാറ്റിക് മോഡലാണ്. അതായത് സോ മോഡൽസ് ഇൻ OB are basically models that we use to understand organizations. ഓർഗനൈസേഷൻസിനെ നമ്മൾ ഈ മെറ്റഫേഴ്സ് പറഞ്ഞ പോലെ തന്നെയുള്ള വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് ഓർഗനൈസേഷൻസ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോ ഒന്ന് ഓട്ടോക്രാറ്റിക് ആണ്. അതായത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഓട്ടോക്രാറ്റിക് മോഡലിൽ നമ്മൾ ഓർഗനൈസേഷൻസിനെ കാണുന്നത്. അവിടെ ഒബീഡിയൻസ് ആണ്. അതായത് നിങ്ങളൊരു ഒരുപക്ഷെ ഒരു നോർത്ത് കൊറിയ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള ചില നമ്മൾ പറയും ഈ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടഴിയുക എന്ന് പറയുന്ന പോലെ അത്തരത്തിൽ അൺക്വസ്റ്റനിങ് ഒബീഡിയൻസ് ആണ് ഒരു ഓട്ടോക്രാറ്റിക് മോഡലിൽ ആരാണോ ടോപ്പിലുള്ളത് അവര് പിന്നെ താഴേക്കുള്ള ആൾക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് ഈ തിയറി എക്സിൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട മനുഷ്യരെ വെറും ഉപകരണങ്ങളായിട്ടൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ഒരു ഓട്ടോക്രാറ്റിക് മോഡലിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് മാത്രമേ ഒരു ഓട്ടോക്രാറ്റിക് മോഡൽ ഉണ്ടാവുള്ളൂ. പ്യുവർലി ഓട്ടോക്രാറ്റിക് മോഡൽസ് നമുക്ക് ഇപ്പൊ അങ്ങനെ കാണാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഈ സാധാരണ മിലിറ്ററി ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഓട്ടോക്രാറ്റിക് മോഡലായിട്ട് കാണാം. പക്ഷെ ആധുനിക സമൂഹത്തിൽ മിലിറ്ററി ഉൾപ്പെടെ ഓട്ടോക്രാറ്റിക്കിൽ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് സൈനികർക്ക് പെൻഷനും പിന്നെ അവർക്ക് ഇപ്പം മിലിറ്ററി ക്യാൻറ്റീൻ പോലെയുള്ള സൗകര്യങ്ങളും ഒരുപക്ഷെ ഈ മദ്യം കൊടുക്കുകയും ജീവിതകാലം മുഴുവൻ മദ്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഓട്ടോക്രാറ്റിക് മോഡലിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. മോട്ടിവേഷൻ അവരെ മോട്ടിവേറ്റ് ആയി നിർത്താൻ വേണ്ടിയിട്ടൊക്കെ കൂടിയാണ്. അതുപോലെ ഒരു ഓട്ടോക്രാറ്റിക് മോഡലിലെ കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. മുകളിൽ നിന്ന് താഴേക്ക് മാത്രം, തിരിച്ച് അങ്ങോട്ടൊന്നും പറയണ്ട, പറയുന്നത് കേട്ടാൽ മതി എന്നുള്ളത്. അപ്പോൾ ട്രഡീഷണലി മിലിറ്ററികളൊക്കെയും ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു മോഡലിലാണ്. ഇപ്പൊ ഹിറ്റ്ലറുടെ കാലത്തെ പട്ടാളം അല്ലെങ്കിൽ എല്ലാവർക്കും നിർബന്ധിത സൈനിക സേവനം നിർബന്ധമാക്കിയ ഒരു സ്ഥലത്ത് ഒക്കെയുള്ള പട്ടാളം ഒക്കെ വർക്ക് ചെയ്യുന്ന എപ്പോഴും ഇത്തരത്തിലുള്ള ഓട്ടോക്രാറ്റിക് മോഡലിലാണ്. ഇപ്പോ ചില അതോറിറ്റേറിയൻ ഭരണകൂടങ്ങളും ഏകദേശം പെരുമാറുന്ന ഇതേ മോഡലിൽ തന്നെയാണെന്ന് പറയാം. ഇപ്പൊ നമ്മള് തുർക്ക്മെനിസ്ഥാൻ പോലുള്ള രാജ്യമുണ്ട്. തുർക്ക്മെനിസ്ഥാനോ അല്ലെങ്കിൽ നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ വരെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഓട്ടോക്രാറ്റിക് മോഡലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു മോഡൽ കസ്റ്റോഡിയൽ മോഡലാണ്. ബേസിക്കലി ഈ മക്ഗ്രിഗറിന്റെ തിയറി എക്സിൽ തന്നെ ബേസ് ചെയ്തുള്ള ഒന്നാണ്. പക്ഷെ അവിടെ
ഈ ലീഡർ അല്ല, മറിച്ച് ഓർഗനൈസേഷന്റെ ഗോൾസും ഒക്കെയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ വ്യക്തിയേക്കാൾ കൂടുതൽ ഒരു സ്ഥാപനമെന്നോ ഒക്കെ പറഞ്ഞിട്ട് അതിനെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. അവിടെ ഇക്കണോമിക് റിവാർഡ്സ്, സെക്യൂരിറ്റി, ഓർഗനൈസേഷണൽ ഡിപ്പെൻഡൻസ്, മെയിൻ്റനൻസ് ഫാക്ടേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളിലാണ്. മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഫാക്ടർ തിയറിയിലെ കണ്ട മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് ഓർമ്മയുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കസ്റ്റോഡിയൽ മോഡലിലെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. ആൻഡ് employees in a custodial model are psychologically preoccupied with economic rewards and benefits. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ ശമ്പളം കിട്ടും. എന്നാൽ ശമ്പളത്തിനപ്പുറത്തേക്ക് ആളുകളെ ഓർഗനൈസേഷനുമായിട്ട് ഒട്ടിച്ചു നിർത്തുന്ന മറ്റു ഘടകങ്ങളൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. ആൻഡ് autocratic മോഡലിനെ അപേക്ഷിച്ച് when you compare a custodial model with an autocratic model, you can see that people could be more satisfied, not necessarily motivated, but again they could be more satisfied than in an autocratic model. So that's a second model in which which OB uses. So while power is the basic tool in an autocratic model, we could say that economic factors is the basic tool in a custodial model. And the third one is supportive model. Now in a supportive model, what you have is leadership which motivates people, not money or not security or anything else. So മെച്ചപ്പെട്ട ലീഡർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു മോഡൽ, അതാണ് സപ്പോർട്ടീവ് മോഡൽ എന്ന് പറയുന്നത്. വേർ ദ ലീഡർഷിപ്പ് പ്രൊവൈഡ്സ് എ ക്ലൈമറ്റ് ഫോർ ഗ്രോത്ത് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ. ആൻഡ് ലീഡർഷിപ്പ് may not be a single person. Leadership can be the management of a firm or even a government. അത്തരത്തിലുള്ള ലീഡർഷിപ്പിന്റെ ബലത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു മോഡലിനെയാണ് സപ്പോർട്ടീവ് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് in a supportive model, employees feel a sense of participation and involvement. അപ്പൊ നമുക്കൊരു കളക്റ്റീവ് ഗോൾ ഉണ്ട്. നമ്മൾ we are part of this family, which the company which we consider ourselves family, and we are part of the growth journey of this firm, and we all we all are part of the growth journey, and we are all entitled to parts of the success of the organization. എന്നൊക്കെയുള്ള തോട്ട് ആളുകൾ ഉണ്ടാവുന്നത് സപ്പോർട്ടീവ് മോഡലിലാണ്. And there a manager is a facilitator for growth and participation. And while a supportive model is good in theory, there are many practical limitations in many contexts. പ്രത്യേകിച്ചും ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ സപ്പോർട്ടീവ് മോഡൽ കൊണ്ടുവരുന്നത് വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ പിന്നെ ഡെഡ് ലൈനുള്ള ഒരു സ്ഥലത്ത് പ്രാക്ടിക്കലായിട്ട് ഒരു സപ്പോർട്ടീവ് മോഡൽ, പൂർണ്ണമായിട്ടൊരു സപ്പോർട്ടീവ് മോഡൽ വർക്ക് ചെയ്യാൻ പലപ്പോഴും പ്രയാസമാണ്. ബട്ട് എനി ഓർഗനൈസേഷൻ, എനി കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ ക്യാൻ take cues from a supportive model to make it more more of an engaging place എന്നുള്ളതാണ് സപ്പോർട്ടീവ് മോഡലിന്റെ ഒരു പ്രത്യേകത. സോ ദ ബേസിക് ഫാക്ടർ ഈസ് ലീഡർഷിപ്പ്. അപ്പോ ആദ്യം കണ്ട മോഡലിൽ പവർ ആയിരുന്നു, രണ്ടാമത്തേതിൽ എക്കണോമിക് സെക്യൂരിറ്റി ഒക്കെ ആയിരുന്നെങ്കിലും സപ്പോർട്ടീവ് മോഡലിൽ ലീഡർഷിപ്പ് ആണ് പ്രധാനപ്പെട്ട ഘടകം. ആൻഡ് കൊളീജിയൽ മോഡൽ ഈസ് അറ്റ്ലീസ്റ്റ് ഇൻ തിയറി ദ ബെസ്റ്റ് വൺ. സോ in a collegial model, an organization is a body of persons having a common purpose. ഒരു കോമൺ പർപ്പസിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള മനുഷ്യരുടെ കൂട്ടം എന്ന തരത്തിലൊക്കെയാണ്. ആൻഡ് it would include all internal stakeholders in the organization, ഒരു collegial model. So just like a bunch of college friends have started working on a startup. So അവിടെ എല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ്, എല്ലാവരും ഈക്വലി അക്കൗണ്ടബിൾ ആണ്, എല്ലാവർക്കും ഒരു കോമൺ പർപ്പസ് ഉണ്ട്. ആൻഡ് ടീം വർക്ക് ഈസ് വാട്ട് വുഡ് ഡിറ്റർമിൻ their success. അപ്പൊ അത്തരത്തിൽ ടീം വർക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു മോഡലായിരിക്കും ഒരു കൊളീജിയൽ മോഡൽ. ആൻഡ് manager is an equal participant in a team who would also contribute his or her share to the team's work and would be having the role of this facilitation. And therefore everyone would feel more responsible towards the goals of the team and towards the goals of the organization. And enthusiasm increases a lot with the sense of partnership. And this is what companies are all doing. ഈ ഒരു കൊളീജിയൽ മൈൻഡ് സെറ്റ് ആളുകളിലേക്ക് കൊണ്ടുവരാനാണ് ഈവൻ ട്രഡീഷണൽ ഓർഗനൈസേഷൻസ് continuously try to bring enthusiasm through bringing aspects of a collegial culture
to their organization. അത് പലപ്പോഴും നമ്മുടെ ചുറ്റുമൊക്കെ നോക്കിയാൽ കാണാം, പഴയ പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പലപ്പോഴും ഈ ഒരു കൊളീജിയൽ മോഡലൊക്കെ കൊണ്ടുവരാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ. even though there could be 100 of obstacles to such such attempts, they usually try, because ഒരു കൊളീജിയൽ മോഡൽ കൊണ്ടുവന്നുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് with the same set of employees you can try to get more participation and കൂടുതൽ പണം മുടക്കാതെ അതേ എംപ്ലോയീസിനെ വെച്ചുകൊണ്ട് കൂടുതൽ ഔട്ട്കംസ് കൊണ്ടുവരാനും ഒക്കെ പിന്നെ സാധിക്കുന്ന ഒരു സ്ഥലമാണ് കൊളീജിയൽ മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ഓരോന്നിനും പിന്നെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പിന്നെ ബേസിക്സ് എന്ന് പറയുന്നത് ഒക്കെയാണ്. ഓട്ടോക്രാറ്റിക് മോഡലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പവറാണ്. കസ്റ്റോഡിയൽ മോഡൽ ഇക്കണോമിക് റിസോഴ്സ് ആണ്. സപ്പോർട്ടീവ് മോഡൽ ലീഡർഷിപ്പ് ആണ്. കൊളീജിയൽ മോഡൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ടീം വർക്ക് ആണ്. അതുപോലെ ഓരോ സ്ഥലത്തെയും മാനേജറിയൽ ഓറിയന്റേഷൻ പലതായിരിക്കും. ഒരു ഓട്ടോക്രാറ്റിക് മോഡലിൽ അതോറിറ്റി അല്ലെങ്കിൽ പവറാണ് പ്രധാനമെങ്കിൽ, custodial model the orientation would be towards money. In a supportive model it would be supporting each other, and a collegial model it would be towards teamwork. അപ്പോൾ എംപ്ലോയീസിന്റെ ഓറിയന്റേഷനും അതനുസരിച്ച് മാറാം. എംപ്ലോയിയുടെ സൈക്കോളജിക്കൽ റിസൾട്ടുകൾ പലതരത്തിലും വ്യത്യാസപ്പെടാം. കൊളീജിയൽ മോഡലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതാണ് പക്ഷെ പറയാൻ കഴിയുക. ആൻഡ് എംപ്ലോയീസിന്റെ നീഡ്സ് നമ്മൾ മാസ്ലോവിന്റെ ഒക്കെ ഒരു ഇത് വെച്ച് നോക്കിയാൽ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ പോലെയുള്ള നീഡ്സിന് ഏറ്റവും സാധ്യതയുള്ളതൊരു കൊളീജിയൽ മോഡലിലാണ്. അതുപോലെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് ആളുകളെ പിന്നെ നിലനിർത്താൻ കഴിയുന്നത് ഒരു കൊളീജിയൽ മോഡലിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് പിന്നെ മോഡൽസ് OBയിലെ പ്രധാനപ്പെട്ട മോഡലുകൾ വർക്ക് ചെയ്യുന്നത്. അഗൈൻ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെയും ഈ പറഞ്ഞ ഈ 4 മോഡലുകളും ഒരു പിന്നെ വെസ്റ്റേൺ പ്രോഡക്റ്റ് തന്നെയാണ്. ഇൻഫാക്ട് സൈക്കോളജിയിൽ പ്രത്യേകിച്ചും OBയിൽ നമ്മൾ സൈക്കോളജിയുടെ പിന്നെ ആപ്ലിക്കേഷൻസ് കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ടെങ്കിലും സൈക്കോളജിയുടെ ഒരു പ്രധാനപ്പെട്ട പിന്നെ കൺസെപ്റ്റ് തന്നെ കൾച്ചറിന്റെ പ്രാധാന്യമാണ്. അതായത് സൈക്കോളജിയിലെ വെസ്റ്റേൺ സൈഡിൽ ഉണ്ടാക്കിയിട്ടുള്ള പല ടൂളുകളും ഇന്ത്യ, ചൈന പോലെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ ആപ്ലിക്കബിൾ അല്ല എന്നുള്ള വലിയ ശക്തമായ ഒരു വാദമുണ്ട്. there are tons of studies that would support this kind of a thought. അതായത് കൾച്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഫീൽഡ് എക്സ്പെരിമെന്റ് നടന്നിട്ടുണ്ട്. ഒരേ ചിത്രം പിന്നെ ഒരു ട്രഡീഷണൽ ചൈനീസ് വ്യക്തിയെയും ഒരു ട്രഡീഷണൽ ടിപ്പിക്കൽ പിന്നെ US വൈറ്റ് മെയിൽ പുരുഷനെയും കാണിച്ചാൽ ഇവർ ആ ചിത്രത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ ഉൾപ്പെടെ ഒരു വളരെ സാധാരണമായ ഒരു ചിത്രം കാണിച്ചാൽ അവരതിനെ മനസ്സിലാക്കുന്നതിൽ ഉൾപ്പെടെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നുള്ളത് റിസർച്ച് പറഞ്ഞിട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും നമ്മുടെ ഈ ഒരു പിന്നെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വെച്ചുള്ള റീതിങ്കിങ് ആവശ്യമാണ് എന്നുള്ളതും കൂടെ OBയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഗ്രോയിങ് ഏരിയ ഓഫ് റിസർച്ചും അത് തന്നെയാണ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ നമുക്ക് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റ് നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ ഈ മോഡൽസിനെ സംബന്ധിച്ച കുറച്ച് പ്രധാനപ്പെട്ട പിന്നെ കൺക്ലൂഷൻസ് ഉണ്ട്. ഒന്ന്, ഈ മോഡൽസ് ഒക്കെയും ഇവല്യൂഷണറി ചേഞ്ച് മാത്രമല്ല, നൗ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് മോഡൽസ് ആർ സബ്ജക്ട് ടു കൾച്ചറൽ ചേഞ്ചസ് ആസ് വെൽ. ആൻഡ് മോഡൽസ് ആർ ബേസ്ഡ് ഓൺ ഇൻക്രിമെന്റൽ വാല്യൂസ്. അതായത് പിന്നെ ഓട്ടോക്രാറ്റിക്കിൽ നിന്നും ഇങ്ങനെ കൊളീജിയലിലേക്ക് വരുമ്പോൾ വാല്യൂസിന്റെ കാര്യത്തിൽ ഒരു ഇൻക്രിമെന്റൽ ഡിഫറൻസ് ഓരോന്നിനും വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വാല്യൂസ്, മെച്ചപ്പെട്ട വാല്യൂസിലേക്കാണ് ഓരോന്നും പോകുന്നത് എന്നുള്ളതാണ്. എംപ്ലോയീസിന്റെ പ്രിവെയിലിംഗ് നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഈ പറഞ്ഞ ഏത് മോഡലിലാണ് നമ്മുടെ ഓർഗനൈസേഷൻ നിൽക്കുക എന്നൊക്കെ ഉള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിറ്റർമിനന്റ് ആണ്. അതുപോലെ പുതിയ മോഡലുകൾക്ക് ഉണ്ടാക്കാനുള്ള ട്രെൻഡുകൾ നിരന്തരം ഉണ്ടായി വരുന്നുണ്ട്, സ്വാഭാവികമായി ഉണ്ടാവേണ്ടതുമാണ്. ആൻഡ് if you take any organization, in any organization you can see a mix of models എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ മിലിറ്ററി എന്ന് പറയുന്നത്, മിലിറ്ററി ഒരു പിന്നെ ഓട്ടോക്രാറ്റിക് മോഡലാണ് നമ്മൾ പറഞ്ഞു, പക്ഷെ അതിനകത്ത് ഈവൻ സപ്പോർട്ടീവ് എലമെന്റുകൾ വരെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റിയൽ ഫീൽഡിൽ എടുക്കുമ്പോൾ ഈ ഓരോ മോഡലിനകത്തും പിന്നെ പലതരത്തിലുള്ള പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ടാകാം എന്നുള്ളതാണ് ഈ പറഞ്ഞ OBയിലെ മോഡൽസിനെ പറ്റിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഒന്ന്, ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്. നമുക്ക് പിന്നെ പരീക്ഷകൾക്ക് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒന്ന്, ജോബ് സാറ്റിസ്ഫാക്ഷൻ
പലപ്പോഴും ഡെസർട്ടേഷനുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ ഡെസർട്ടേഷന്റെ ടോപ്പിക്കായിട്ട് എടുക്കുന്ന ഒന്നാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. വളരെ കാലമായിട്ട് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് PG PhD ഡെസർട്ടേഷൻ തീസികളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. ബിക്കോസ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട OBയിൽ അതിനെ തിയറികൾ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നത് ഇപ്പോ നിൽക്കുന്നത് കഴിഞ്ഞ കുറേയേറെ കാലമായിട്ട് നിൽക്കുന്നത് സാറ്റിസ്ഫൈഡ് എംപ്ലോയീസിനെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഒരു ചോദ്യത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിസർച്ച് ഒരുപാട് നടക്കുന്ന മേഖലയാണ്. ഈ ജോബ് സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നിരന്തരം എംപ്ലോയേഴ്സ് ഒക്കെയും അറിയാനും കൂടെ ശ്രമിക്കുന്ന പിന്നെ ഒരു കാര്യമാണ്. പക്ഷെ മോട്ടിവേഷന് ശേഷം മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ നമ്മളെ മോട്ടിവേഷന്റെ തിയറികൾ എങ്ങനെയൊക്കെ വന്നാലും മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അർത്ഥത്തിൽ ആലോചിച്ചാൽ മതി. അതായത് നിങ്ങൾ കുതിരയെ കൊണ്ട് ഓടിക്കുക എന്ന് പറയുന്നത് പോലെയാണ് എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ എത്ര ഹ്യൂമനിസ്റ്റിക് ആയ സ്റ്റാൻഡ് ഒക്കെ എടുത്താലും ബേസിക്കലി പണിയെടുപ്പിക്കുക എന്ന് പറയുന്നതിന് മറ്റൊരു രൂപമാണ്. മറിച്ച് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ, ചെയ്യുന്ന ജോലിയിൽ ഈ ആളുകൾ എത്രമാത്രം സംതൃപ്തരാണ് എന്ന തരത്തിൽ അതിനെ കാണാൻ ശ്രമിക്കലാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു കമ്പനികളും എംപ്ലോയീസും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ഒരു മോഡേൺ കാഴ്ചപ്പാടിന്റെ ഒരു റിഫ്ലക്ഷനും കൂടിയാണ് ഈ മോട്ടിവേഷനും ഒക്കെ വിട്ട് നമ്മൾ പതിയെ ജോബ് സാറ്റിസ്ഫാക്ഷൻ പോലുള്ള സ്ഥലങ്ങളിലേക്ക് കടക്കുന്നത്. ഇനിയിപ്പോ ഇതൊക്കെ എന്തെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. സംതിങ് ദാറ്റ്സ് ബിയോണ്ട് അവർ സ്കോപ്പ്. രണ്ട് തരത്തിലും റിസർച്ചിൽ മാത്രമല്ല പിന്നെ ആപ്ലിക്കേഷൻ തലത്തിലും ഒരുപാട് പിന്നെ പ്രസക്തിയുള്ള കാര്യമാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ജോബ് ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആറ്റിറ്റ്യൂഡ്, അതായത് നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് കുറെ എണ്ണമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ജോബ് ആറ്റിറ്റ്യൂഡ് കൂടിയാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ജോബ് സാറ്റിസ്ഫാക്ഷനും പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല. ജോബ് സാറ്റിസ്ഫാക്ഷന്റെ വർക്ക് കുറച്ചേറെ കാലമായിട്ട് നടക്കുന്നത്. ഒരു പ്രധാനമായിട്ടും ഹാത്തോഡ് സ്റ്റഡീസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹാത്തോഡ് സ്റ്റഡീസ് ആണ് OBയിലെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ സ്റ്റഡികളിൽ ഒന്നാണ് ഈ ഹാത്തോഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അത് പിന്നെ ലൈറ്റിങ്ങിന്റെ എഫക്ട് ഓഫ് ലൈറ്റിംഗ് ഓൺ എംപ്ലോയി പെർഫോമൻസ് എന്ന തരത്തിൽ പഠനം തുടങ്ങിയതാണെങ്കിലും ഈ ബീങ് മോണിറ്റേർഡ് ഓർ ബീങ് വാച്ച്ഡ് ബൈ സമ്മൺ എൽസ് അതെങ്ങനെയാണ് നിങ്ങളുടെ വർക്ക് പെർഫോമൻസിനെ സ്വാധീനിക്കുന്നത് എന്നുള്ള സാധനത്തിലാണ് ഹാത്തോഡ് സ്റ്റഡീസ് നിന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അത്തരത്തിലുള്ള സ്റ്റഡീസ് ഒരുപാടെണ്ണം ഉണ്ടായി വരുന്നത്. അതുപോലെ ടൈലറൊക്കെ സയന്റിഫിക് മാനേജ്മെന്റ് എന്നൊക്കെ വിളിക്കുന്ന അത്ര സയന്റിഫിക് അല്ലാത്ത ആ ഒരു കൺസെപ്റ്റൊക്കെ സമയം മുതൽ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷനെ സംബന്ധിച്ച പഠനങ്ങൾ നടക്കുന്നുണ്ട്. To define job satisfaction, it is a pleasurable or positive emotional state resulting from the appraisal of one's job or job experiences. So, ഇത് രണ്ടും പ്രധാനമാണ്. The appraisal of one's job, നിങ്ങൾ ചെയ്യുന്ന ജോലിയെ സംബന്ധിക്കുന്ന നിങ്ങളുടെ വിലയിരുത്തൽ, your own appraisal of your own job, and or the experiences related to your job. അത് നിങ്ങളുടെ ജോലിയിലേക്ക് പോകുന്ന യാത്രയ്ക്കെടുക്കുന്ന സമയം മുതൽ നിങ്ങളുടെ കൊളീഗ്സിന്റെ പിന്നെ പെരുമാറ്റം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ജോബ് എക്സ്പീരിയൻസിൽ പെടുന്നതാണ്, നോട്ട് ദ ജോബ് ഇറ്റ് സെൽഫ്. അപ്പൊ ഇതെല്ലാമായിട്ട് ചേർന്ന് ആൻഡ് ദാറ്റ് ഈസ് വൈ ദിസ് ലാർജ് സ്കോപ്പ് ഓഫ് റിസർച്ച് ഇൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ കാരണം ഈ ജോബ് ഇറ്റ് സെൽഫ് മാത്രമൊന്നുമല്ല, മറ്റൊരുപാട് കാര്യങ്ങൾ ജോബ് സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ anyway, job satisfaction is a pleasurable or positive emotional state, and it results from the appraisal of our job and our job experiences. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്പെക്ട്രൽ ഡെഫിനിഷൻ പ്രകാരം job satisfaction is the extent to which people like or dislike their jobs. അത് കുറച്ചും കൂടെ ഒരു സിംപ്ലിസ്റ്റിക് ഡെഫിനിഷൻ ആണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ജോലിയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എത്രമാത്രം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. And again, after 90s, we have come to see that people can actually dislike their jobs. അതും ഈ പറഞ്ഞ ഗ്ലോബൽ ജോബ് മാർക്കറ്റിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളുടെ ഒരു ഇത് കൂടിയാണ്. ഈ ഡിസ്സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സാധനം ഉണ്ട് എന്നും അത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും അതിനെ പഠിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എനിവേ, ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷന് ചില പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. ഒന്ന്, it is an emotional response to a job situation. അത് ഒരു ചലഞ്ചുമാണ്, അതേസമയം മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ചലഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് റിഗാർഡ്സ് ടു സ്റ്റഡിയിങ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. കാരണം ഇമോഷണൽ ആയ എന്തും വോളട്ടൈലാണ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാം, നിരന്തരം മാറിക്കൊണ്ടിരിക്കാം. ഇന്ന് രാവിലെ
ഉണ്ടായിരുന്ന ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണോ ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടാവുന്നത്, അത് തന്നെ ആയിരിക്കണം ഇന്നലെ വൈകുന്നേരം ഉണ്ടാവുന്നത്. അതിന്റെ ലെവൽസിൽ നിരന്തര മാറ്റം വന്നുകൊണ്ടിരിക്കാം. അപ്പൊ അതാണ് അതിന് ഇമോഷണൽ ആകുന്നതിന്റെ ഒരു പ്രത്യേകത. അതേസമയം സിൻസ് ഹ്യൂമൻ ബീയിങ്സ് ആർ ഇമോഷണൽ ബീയിങ്സ്, നമ്മൾ മനുഷ്യർക്ക് ഇമോഷണൽ ബീയിങ്സ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് ഇറ്റ്. അതിന് മാറ്റം വരുത്തുക എന്നുള്ളത് വളരെ വളരെ എളുപ്പത്തിൽ എന്നല്ല, പക്ഷെ അത് സാധ്യമായ ഒന്നാണ് ഈ ഒരു ഇമോഷണൽ റെസ്പോൺസ് ആയതുകൊണ്ട് തന്നെ. And it is the extent to which the working environment meets the needs and expectations of the employees. അപ്പോൾ ഈ എംപ്ലോയിയുടെ നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ എംപ്ലോയീസിന്റെ എക്സ്പെക്ടേഷൻസ്. അപ്പൊ ഈ എക്സ്പെക്ടേഷൻസിന്റെ ഭാഗത്തൊക്കെയാണ് ഒരുപാട് പലതരത്തിലുള്ള മറ്റ് സോഷ്യൽ ഫാക്ടേഴ്സിനും ഫാമിലി ഫാക്ടേഴ്സിനും ഒക്കെ ഒരുപക്ഷെ ഒരു റോള് ഉണ്ടാവുന്നതും. ആൻഡ് ഓൾസോ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ ഇവാലുവേഷൻ ഓഫ് ദ ജോബ് and the organization that shows up in significant work behaviors. അതായത് നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ചും നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ജോലി സ്ഥലത്തെയും വർക്ക് എൻവയോൺമെന്റ് ആൻഡ് ദി ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്, ഇതിനെ സംബന്ധിച്ചും ഉള്ള നിങ്ങളുടെ ചില പ്രധാനപ്പെട്ട വർക്ക് ബിഹേവിയറുകളിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് യു ആർ സാറ്റിസ്ഫൈഡ് will be reflected in your productivity. It can be reflected in your absenteeism, your turnover, the various kinds of workplace deviances, and out of the way behaviors like organization citizenship behaviors. And OCB is another thing that has been studied extensively during the last 10 to 15 years. കഴിഞ്ഞൊരു 2010 മുതലൊക്കെ ഇങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് ആളുകൾ നിരന്തരം വർക്ക് ചെയ്തിരിക്കുകയാണ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ബിയോണ്ട് കോൾ ഓഫ് ഡ്യൂട്ടി, നിങ്ങളുടെ ജോലിയുടെ ബേസിക് ഡിമാൻഡ്സിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ഈ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പിനകത്ത് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സിഗ്നിഫിക്കന്റ് വർക്ക് ബിഹേവിയേഴ്സ് നിങ്ങളുടെ ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ആൻഡ് ഇറ്റ് ഈസ് ദ ഓർഗനൈസേഷൻസ് ദാറ്റ് if you can work on job satisfaction, you can eventually produce results on these outcomes എന്നുള്ളതാണ്. And there are at least 3 components of job satisfaction. Job satisfaction 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെങ്കിലും ഉണ്ടായെന്നുള്ളതാണ്. ഒന്ന് അഫക്റ്റീവ് കമ്പോണന്റ്, അത് നേരത്തെ പറഞ്ഞ ബേസിക് ഇമോഷണൽ റെസ്പോൺസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഇമോഷണൽ കമ്പോണന്റിനെയാണ് അഫക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അഫക്റ്റീവ് കമ്പോണന്റ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് ബേസിക്കലി ദ ഫീലിംഗ്. അതായത് നിങ്ങൾ ജോലി എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ജോലി സ്ഥലവും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി പ്ലസന്റ്, ഇറ്റ് ക്യാൻ ബി ഇറ്റ് ക്യാൻ ബി ഡിമോട്ടിവേറ്റിംഗ്, ഓർ ഇറ്റ് ക്യാൻ ബി ന്യൂട്രൽ. അപ്പൊ അത്തരത്തില് അത് പലതരം ഇമോഷണൽ സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്താണോ അതാണ് അഫക്റ്റീവ് കമ്പോണന്റ്. അഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷൻ എന്നുള്ളതിന്റെ മറ്റൊരു വാക്ക് തന്നെയാണ്. സൈക്കോളജിയിൽ പലപ്പോഴും ഈ നമ്മൾ ഇമോഷൻ എന്ന വാക്കിന് പകരം അഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ കമ്പോണന്റ് കോഗ്നിറ്റീവ് കമ്പോണന്റ് ആണ്. അതായത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ജോലി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ കൊള്ളാം അല്ലെങ്കിൽ മോശമാണ് എന്നൊക്കെ നമ്മൾ പറയും. അത് നമ്മുടെ അഫക്റ്റീവ് കമ്പോണന്റ് അല്ലെങ്കിൽ ഇമോഷണൽ കമ്പോണന്റ് ആണ്. രണ്ടാമത്തെ കോഗ്നിറ്റീവ് കമ്പോണന്റ് ഒരു പക്ഷേ നിങ്ങൾ ഈ ജോലിയെ പറ്റി ചിന്തിക്കുമ്പോൾ, നിങ്ങൾ സ്വന്തമായിട്ട് ഇരിക്കുമ്പോൾ ജോലിയെ പറ്റി ചിന്തിച്ച് എത്തുന്ന ചില നിഗമനങ്ങളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പൗസുമായിട്ട് നിങ്ങളുടെ ജോലി മാറുന്നതിനെ പറ്റി ചിന്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാധനങ്ങൾ പറഞ്ഞ കോഗ്നിറ്റീവ് കമ്പോണന്റ് ആയിരിക്കും. അപ്പോ നിങ്ങളുടെ കരിയർ ഗോൾസിനനുസരിച്ചാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ ജോബ് ഉള്ളത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കരിയർ ഒരു ട്രാജക്ടറിക്ക് പറ്റുന്ന ജോലിയാണോ ഇത് എന്നൊക്കെയുള്ള തരത്തില് അത്തരത്തിൽ നിങ്ങൾ ചിന്തിച്ച് എത്തുന്ന ചില തീരുമാനങ്ങളും ഒക്കെയാണ് കോഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ബിഹേവിയർ കമ്പോണന്റ് ആണ്. അതായത് യുവർ ഇന്റൻഷൻ ടു എൻഗേജ് ഇൻ സ്പെസിഫിക് ജോബ് റിലേറ്റഡ് ബിഹേവിയേഴ്സ്. നേരത്തെ പറഞ്ഞ ജോലി വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള തരത്തിലുള്ള നിങ്ങളുടെ നിങ്ങളുടെ ജോലിയെ സംബന്ധിക്കുന്ന നിങ്ങളുടെ ആദ്യത്തെ 2 കമ്പോണൻസും അഫക്റ്റീവ് കമ്പോണന്റും കോഗ്നിറ്റീവ് കമ്പോണന്റും കൂടെ ചേർന്നിട്ട് നിങ്ങളുടെ ആക്ച്വൽ പെരുമാറ്റത്തിൽ നിങ്ങൾ പിന്നെ യു പുട്ട് ഓൺ നോട്ടീസ് ഫോർ ലീവിങ്, അത്തരത്തിലുള്ള നിങ്ങളുടെ ബിഹേവിയറിലേക്ക് എത്തിക്കുന്ന പിന്നെ കമ്പോണന്റുകളാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ കമ്പോണന്റാണ് ബിഹേവിയർ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇത് 3 കൂടെ ചേർന്നിട്ടാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആവുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ 3 തരം പിന്നെ
കമ്പോണൻസും കൂടെയാണ്. ഇപ്പോൾ നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ അളക്കാനുള്ള ടൂളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മൂന്നും അളക്കാനുള്ള പ്രത്യേകം പിന്നെ ചോദ്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ടൂളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ തന്നെ 2 തരത്തിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ 2 തരം ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ഗ്ലോബൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ അത് ജോലിയെ സംബന്ധിച്ച് നമ്മുടെ ഓവറോൾ ഇവാലുവേഷൻ ആണ്, ജനറൽ ഫീലിംഗ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഹോൾഡ് അബൌട്ട് ദിയർ ജോബ്, ആൻഡ് ഇറ്റ് ഈസ് ഓവറോൾ ഇമോഷണൽ റിയാക്ഷൻ ബേസ്ഡ് ഓൺ ഓൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ജോബ് ആൻഡ് ദ വർക്ക് എൻവയോൺമെന്റ്. നിങ്ങളുടെ ജോലി സ്ഥലം, ശമ്പളം, നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ ടീം, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ഈ മൊത്തം വർക്ക് എൻവയോൺമെന്റ് ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കൂടി ചേർന്നിട്ടൊക്കെ ഉണ്ടാകുന്ന നിങ്ങളുടെ ഒരു ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, അതിനാണ് ഗ്ലോബൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫാസറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, ഫാസറ്റ് എന്ന് പറയുന്നത് ഈ ആട്രിബ്യൂട്ട് ഒന്നും പിന്നെ പല ഘടകങ്ങൾ എന്നൊക്കെ പറയുന്നതാണ് ഈ ഫാസറ്റ് എന്ന് പറയുന്നത്. സോ ഫാസറ്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ ഫീലിംഗ്സ് അബൌട്ട് ഓർ അഫക്റ്റീവ് റെസ്പോൺസസ് ടു പർട്ടിക്കുലർ ജോബ് ആസ്പെക്ട്സ്. അതായത് നിങ്ങളുടെ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ജോലിയുടെ ചില പർട്ടിക്കുലർ ആസ്പെക്ട്സുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ പിന്നെ ഇമോഷണൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഫീലിംഗ്സ്, ഇതാണ് ഫാസറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അത് ശമ്പളത്തെ പറ്റിയാവാം, ഫ്യൂച്ചർ പ്രോസ്പെക്ട്സിനെ പറ്റിയാവാം, സൂപ്പർവിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പിനെ പറ്റിയാവാം, നിങ്ങൾ പെർസീവ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ജസ്റ്റിസ് ഉണ്ട് അതിനെ പറ്റിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോവർക്കേഴ്സുമായിട്ട് നിങ്ങളുടെ ബന്ധത്തെ പറ്റി അങ്ങനെയാവാം. ഇത്തരത്തില് പിന്നെ നിങ്ങളുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള എന്തിനെങ്കിലും ഒക്കെ പറ്റി ഉള്ള നിങ്ങളുടെ ഫീലിംഗ്സ് ആണ് ഫാസറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് സാറ്റിസ്ഫാക്ഷൻ എന്ന തരത്തിൽ നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷനെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അവിടെ എക്സ്ട്രിൻസിക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫാസറ്റ് സാറ്റിസ്ഫാക്ഷന്റെ ഘടകങ്ങളുണ്ട്. നിങ്ങളുടെ കോവർക്കേഴ്സ് ആരൊക്കെ, നിങ്ങളുടെ സൂപ്പർവൈസർ എങ്ങനെ, നിങ്ങളുടെ ഈ കമ്പനിയിൽ നിങ്ങളുടെ ഭാവി എന്തെന്ന് നിങ്ങൾ കരുതുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുമിച്ചെടുക്കുന്നതാണ് എക്സ്ട്രിൻസിക് സാറ്റിസ്ഫാക്ഷൻ. അതായത് ജോലിയെ ചുറ്റിപ്പറ്റിയുള്ള പല ഘടകങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് എക്സ്ട്രിൻസിക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് എന്തോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾക്ക് നല്ല ശമ്പളമുള്ള, നല്ല ഒരുപക്ഷെ ജോബ് സെക്യൂരിറ്റി ഉള്ള, നല്ല കൊളീഗ്സ് ഉള്ള, ഒരുപാട് ഫ്രീഡം ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നിങ്ങളോട് ചെയ്യുന്നതെങ്കിൽ അവിടെ അത് നിങ്ങൾക്ക് എത്രമാത്രം സാറ്റിസ്ഫൈങ് ആണെന്നുള്ളത് ഇൻട്രിൻസിക് സാറ്റിസ്ഫാക്ഷൻ. സോ you're basically a person who wants to sing and dance and create art, and you are doing something like coding, programming. So there is a great mismatch between what you wanted to do in life or what you would enjoy in life and what you're doing for a living. അത്തരത്തിലുള്ള ജോലിയിൽ പലപ്പോഴും എനിക്കറിയില്ല, ഐ ടി പോലുള്ള ഹൈ പേയിങ് ഹൈ സ്ട്രെസ് സ്ഥലങ്ങളിൽ പലപ്പോഴും ആളുകൾ ഫോർട്ടീസിന്റെ നടുക്കൊക്കെ വെച്ചിട്ട് റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട്. ഒരുപാട് ആളുകൾ ചെയ്യുന്നത് കാണാറുണ്ട്. പലപ്പോഴും ഈ ഒരു ഇൻട്രിൻസിക് സാറ്റിസ്ഫാക്ഷന്റെ പ്രശ്നമാവാം ഒരു പക്ഷേ. ബിക്കോസ് ഇഫ് ദേ എൻജോയ് വാട്ട് ദേ ഡു. ഇപ്പോ ലോകമറിയുന്ന മികച്ച സൈക്കോളജി പ്രൊഫസർമാരൊക്കെയും അവരാരും റിട്ടയർ ചെയ്യാറില്ല. അപ്പോ കഴിഞ്ഞ വർഷം ആൽബർട്ട് ബാൻഡർ മരിച്ചത് 99 വയസ്സിലാണ്. പിന്നെ ഒരു 4 വർഷം മുമ്പ് അദ്ദേഹം വളരെ എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു പുസ്തകം എഴുതി തയ്യാറാക്കിയിരുന്നു. ആ പുസ്തകത്തിന്റെ എഴുതാനുള്ള മെജോറിറ്റി വർക്കും അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിന് 80 വയസ്സിന് ശേഷമായിരിക്കും. നിങ്ങൾ സ്റ്റേൺബർഗിന്റെ തിയറി പഠിച്ചിട്ടുണ്ടാവും. സ്റ്റേൺബർഗ് ഈസ് സ്റ്റിൽ വർക്കിംഗ്. നല്ല പ്രായമുള്ള സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ചില ആളുകൾ പിന്നെ ശമ്പളം പോലുള്ള മറ്റു കൺസിഡറേഷൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സം പീപ്പിൾ കണ്ടിന്യൂ ടു വർക്ക് until the moment they die, because they actually they are happy with what they actually do at their work. എന്നാൽ മറ്റു രാജ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലികളിലായിട്ടും 45 വയസ്സിൽ റിട്ടയർ ചെയ്യാനായിട്ട് 30 വയസ്സുള്ളപ്പോഴേ തീരുമാനിക്കും. And they plan their life accordingly. So this has all got to do with intrinsic satisfaction. How much satisfaction the actual work that which gives you. And ഇത് പിന്നെ ഹെർസ്ബർഗിന്റെ തിയറി ഓഫ് മോട്ടിവേഷൻ ഉണ്ട്, നേരത്തെ പറഞ്ഞു. ഹെർസ്ബർഗിന്റെ തിയറി ആയിട്ടൊക്കെ ഈ ഇൻട്രിൻസിക് സാറ്റിസ്ഫാക്ഷനും എക്സ്ട്രിൻസിക് സാറ്റിസ്ഫാക്ഷനും ബന്ധമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്നൊക്കെ ഉള്ളത്. So that's about the two kinds of in the different ways in which we can look at job satisfaction. അത് ഗ്ലോബൽ ആൻഡ് ഫാസറ്റ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കാണാം, അതുപോലെ എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കാണാം. ആൻഡ്
ടൂൾസ് ഓഫ് മെഷർമെന്റ് ആണ്. അതായത് പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളുകൾ. അപ്പോൾ ഗ്ലോബൽ ഈ പറഞ്ഞ ഓവറോൾ ജോബ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയുള്ള ടൂളുകളുണ്ട്. അതിനകത്ത് ഈ JSI ഉണ്ട്. JSI ആണെന്ന് തോന്നുന്നു ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രാക്ടിക്കൽസിനൊക്കെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക മിക്കവാറും JSI ആണെന്ന് തോന്നുന്നു. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് ഉണ്ട്, അതുപോലെ ജോബ് ഇൻ ജനറൽ സ്കെയിൽ ഉണ്ട്, അങ്ങനെയുള്ള ചില ടൂളുകളുണ്ട്. ഫാസറ്റ് സാറ്റിസ്ഫാക്ഷന് ജോബ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഡെക്സ്, അതുപോലെ മിന്നസോട്ട സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റനെയർ ഉണ്ട്, അതുപോലെ ജോബ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഉണ്ട്. ഈ ഫാസറ്റ് സാറ്റിസ്ഫാക്ഷന്റെ ടൂളുകൾ ചിലപ്പോൾ കുറച്ചുകൂടെ വലുതായിരിക്കും. കാരണം ബിക്കോസ് ദേ വുഡ് ട്രൈ ടു ഗെറ്റ് അവർ ഫീലിംഗ്സ് അബൌട്ട് ഡിഫറെന്റ് ഫാസറ്റ്സ് ഓഫ് ദ ജോബ് ആസ് സച്ച്. ഗ്ലോബൽ സാറ്റിസ്ഫാക്ഷൻ ടൂൾസ് പക്ഷേ കുറച്ചുകൂടെ ചെറുതായിരിക്കും, ബിക്കോസ് ദേ വിൽ ബി ലുക്കിംഗ് അറ്റ് സ്പെസിഫിക് പോർഷൻസ് ഓഫ് എ ജോബ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, അതായത് ജോബ് സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് പലപ്പോഴും ഈ പലതരം ചോദ്യങ്ങളായിട്ട് പലതരത്തിൽ ചോദിക്കപ്പെടാം പരീക്ഷകൾക്ക്. അപ്പോ പേഴ്സണൽ ഫാക്ടേഴ്സ് ഉണ്ട്, വർക്ക് സിറ്റുവേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ക്യാൻ ബി a major factor which can affect job satisfaction. Gender, level of job education, personality, culture. Culture is something that has not been studied much. ഒരു പ്രശ്നം എന്ന് പറയുന്നത്, so if you for example if you take job satisfaction and its relationship with gender as your dissertation topic, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയി അവിടെയുള്ള പുരുഷന്മാരും സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സുമായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്ത് ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജെൻഡറും ജോബ് സാറ്റിസ്ഫാക്ഷൻ നമ്മളെ ബന്ധം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓർ ഇഫ് യു ക്യാൻ if you want to look at age and its relationship with job satisfaction, you can similarly do this. Job satisfaction ക്വസ്റ്റ്യൻ കൊണ്ട് സ്ഥലത്ത് കൊണ്ടുപോകുന്നു, ആളുകളോട് അവരുടെ ഏജ് ചോദിക്കുന്നു, ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ അനാലിസിസ് കണ്ടെത്താൻ കഴിയും. But when it comes to culture, you have to find people who belong to different cultures. And while age can be, age cannot have further classifications. നിങ്ങൾ ഏജ് എന്ന് പറയുന്ന ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഏജ് 55 വയസ്സുള്ളവർക്കെല്ലാം 55 വയസ്സ് തന്നെയാണ്. അതിനകത്ത് നിങ്ങൾക്ക് വേറെ വേരിയേഷൻസ് നോക്കേണ്ടി വരുന്നില്ല. അതേസമയം കൾച്ചർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിംഗിൾ കൾച്ചർ എടുക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പഞ്ചാബികളുടെ കൾച്ചറും പിന്നെ മിസോറാമിൽ നിന്ന് വരുന്ന കൾച്ചറും തമിഴ്നാട്ടിൽ നിന്ന് മനുഷ്യരുടെ കൾച്ചറും വേറെ ആയിരിക്കും. ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാവും. US എന്ന് പറഞ്ഞിട്ട് US കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഒറ്റ സാധനം നിങ്ങൾക്കില്ല. US ഹിസ്പാനിക്, പിന്നെ നേറ്റീവ് അല്ലെങ്കിൽ നേറ്റീവ് അമേരിക്കൻസ്, പിന്നെ വൈറ്റ് അമേരിക്കൻസ്, ഇങ്ങനെ പല ആളുകളാണ്. ഓരോരുത്തരുടെ കൾച്ചർ പലപ്പോഴും വ്യത്യാസമായിരിക്കും. അത്തരത്തിൽ രാജ്യങ്ങളുടെ അകത്തും ഒക്കെ വലിയ വ്യത്യാസമുള്ള സാധനം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അങ്ങനെ പഠനം നടത്താൻ വഴിയില്ല. സോ if you want to study job satisfaction between cultures as a PG dissertation topic, it's almost impossible. കാരണം നിങ്ങൾക്ക് ആൾക്കാരെ പോയി കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ ഇന്റർനെറ്റ് വന്നതിന് ശേഷം പിന്നെ സാധ്യമായിരിക്കും എങ്കിലും. But again, culture is a very important factor that have a relationship with job satisfaction. And then there are factors which are related to work situation. So the job itself, നമ്മൾ intrinsic motivation എന്നൊക്കെ പറഞ്ഞ പോലെ, intrinsic satisfaction ആയിട്ട് പറഞ്ഞ പോലെ, the work itself is a very important factor. Then the other things, pay, promotions, supervision, the group or the team that you are in, the various working conditions, the promotion opportunities that you see, ഇതൊക്കെയും വർക്ക് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ്. So these two different kinds of factors can affect job satisfaction a lot. So if you look at it from the employer's perspective, ഒരു കമ്പനിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ a company can plan, since we have enough evidence that these factors have a relationship with job satisfaction, a company can try and decide on which of these factors to work on in order to make their employees more satisfied. അത്തരത്തിലാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട റിസർച്ച് കമ്പനികളിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെ സംബന്ധിച്ച് പ്രധാനമാകുന്നത്. ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഔട്ട്കംസ് കുറച്ചെണ്ണമുണ്ട്. തിങ്സ് that come after job satisfaction. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ആണ് ജോബ് സാറ്റിസ്ഫാക്ഷന് കാരണമാകുന്നത്. ഇനി ജോബ് സാറ്റിസ്ഫാക്ഷന് ശേഷം ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാമെന്നുള്ളതാണ് ഔട്ട്കംസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ നിൽക്കുന്നത്. അവിടെ EVN and മോഡൽ ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്നൊരു സാധനമുണ്ട്. അതായത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, നിങ്ങളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറവാണ് എങ്കിൽ എന്തൊക്കെ സംഭവിക്കാമെന്നുള്ളത്.
അപ്പോൾ അത് EVLN stands for exit, voice, loyalty and neglect. അതായത് നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കാം, അതൊരു സാധ്യതയാണ്. പക്ഷേ എക്സിറ്റ് മേ നോട്ട് ബി പോസിബിൾ ഫോർ ഓൾ ഓഫ് അസ്. നിങ്ങൾക്ക് 70,000 രൂപ ശമ്പളമുള്ള ജോലിയുണ്ട്, നിങ്ങൾ തീരെ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷേ ഈ 70,000-ൽ 55,000 നിങ്ങൾക്ക് EMI ആണ് എന്ന് വിചാരിക്കുക. സോ ഹൗ മച്ച് എവർ ഡിസാറ്റിസ്ഫൈഡ് യു ആർ, ഇറ്റ്സ് നോട്ട് ഈസി ടു ക്വിറ്റ് ഫ്രം ദാറ്റ് ജോബ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ദർ ഈസ് ദി ഓപ്ഷൻ ഓഫ് വോയിസിങ് ഇറ്റ്. നിങ്ങൾ you are not satisfied and you are not satisfied because of certain job conditions. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിന്റെ ലൊക്കേഷൻ ആണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈമിങ്സ് ആണ് നിങ്ങളുടെ പ്രശ്നം. അതാണ് നിങ്ങളെ സാറ്റിസ്ഫൈഡ് അല്ലാതാക്കുന്നതെങ്കിൽ യു ക്യാൻ വോയിസ് ഇറ്റ്. നിങ്ങൾക്കത് പിന്നെ പരാതിയായിട്ട് ഉന്നയിക്കോ, പിന്നെ മാനേജ്മെന്റായിട്ട് സംസാരിച്ച് അതിനകത്ത് മാറ്റം വരുത്താനൊക്കെ ശ്രമിക്കാം. ദാറ്റ്സ് അനദർ തിങ്. Loyalty is when your job dissatisfaction it interferes with your loyalty to the firm. അത് 2-3 തരത്തിൽ വർക്ക് ചെയ്യാം. അതായത് നിങ്ങളുടെ ലോയൽറ്റിയെ പിന്നെ ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ബാധിക്കാം. നിങ്ങളുടെ ജോലിയുമായിട്ട് ഏതെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇല്ലാതെ പോകാം. അത്തരത്തില് പിന്നെ അവിടെ ഈ പറഞ്ഞ എക്സിറ്റ് ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങളവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. പക്ഷെ യു ഡോണ്ട് ഫീൽ കണക്റ്റഡ് ടു ദ വർക്ക് പ്ലേസ് ഓർ ദ ജോബ് ഇറ്റ് സെൽഫ്. അത്തരത്തില് ലോയൽറ്റി ഇല്ലാതെ പോകാം. ഇതൊക്കെയാണ് ലോയൽറ്റിയുടെ ഔട്ട്കംസ് എന്ന് പറയുന്നത്. നെഗ്ലക്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്യാൻ പിന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പിന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ചില ഉത്തരവാദിത്തങ്ങളെ ആവാം, നിങ്ങളുടെ മറ്റ് പിന്നെ ഉത്തരവാദിത്തങ്ങളാവാം, നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള കരിയർ പ്ലാൻസ് ആവാം. അങ്ങനെയുള്ള പല കാര്യങ്ങളെ പിന്നെ നെഗ്ലക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്താം. ഇതൊക്കെയാണ് ഈ EVLN മോഡൽ പറയുന്നത്, EVLN മോഡൽ ഓഫ് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് പറയുന്നത്. പിന്നെ മറ്റൊരു ജോബ് പെർഫോമൻസ് ആണ്. അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അത് ജോബ് പെർഫോമൻസിനെ കൂട്ടുന്നു. അവിടെ മോഡറേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ മോഡറേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. വിത്ഡ്രോവൽ ബിഹേവിയർ, അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ, ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറവാണെങ്കിൽ പലതരത്തിലുള്ള വിത്ഡ്രോവൽ ബിഹേവിയറിലേക്ക് നയിക്കാം. അത് ആബ്സെന്റീസം ആകാം, വോളണ്ടറി ടേൺ ഓവർ ആകാം. ടേൺ ഓവർ എന്ന് പറയുന്നത് ജോലി വിട്ടുപോകുന്ന അവസ്ഥയാണ് ആവാം. അപ്പൊ നിങ്ങൾ പിന്നെ ജോലിയിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കാരണത്താലൊക്കെ പിന്നെ ജോലി വിട്ടുപോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ നേരത്തെ പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആബ്സെന്റീസം ബിഹേവിയർക്ക് വരാം. വർക്ക് പ്ലേസ് ഡീവിയൻസ് ഉണ്ടാകാം. വർക്ക് പ്ലേസ് ഡീവിയൻസ് എന്ന് പറയുന്നത് ഡീവിയൻ ബിഹേവിയർ നമ്മൾ പൊതുവെ സൈക്കോളജി വിളിക്കുന്ന കാര്യങ്ങളാണ്. അത് പിന്നെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതാവാം, ഫിസിക്കൽ വയലൻസ് ആവാം, ആൾക്കാരെ അബ്യൂസ് ചെയ്യുന്നതാവാം, പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് ആവാം, സെൽഫ് ഹാമിങ് ആവാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ വർക്ക് പ്ലേസിൽ വരുമ്പോഴാണ് നമ്മൾ വർക്ക് പ്ലേസ് ഡീവിയൻസിന്റെ കൂട്ടിലേക്ക് പെടുത്തുക. അതുപോലെ ജോബ് സാറ്റിസ്ഫാക്ഷന് സേഫ്റ്റി പെർഫോമൻസുമായിട്ട് വലിയ ബന്ധം ഉണ്ടാകാം. സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആളുകൾ തീരെ ഇറസ്പോൺസിബിൾ ആയ രീതിയിൽ ജോലിയിൽ പിന്നെ പെരുമാറുകയും അത് അപകടങ്ങളിലേക്കൊക്കെ നയിക്കുകയും ചെയ്യാം. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഹാസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കുകയും അങ്ങനെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവൻച്വലി കസ്റ്റമേഴ്സിന് കിട്ടുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസിനെ ബാധിക്കുകയും അത്തരത്തിൽ കസ്റ്റമേഴ്സിന്റെ ഡിസാറ്റിസ്ഫാക്ഷനെ കാരണമാവുകയും ചെയ്യാം. ആൻഡ് എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് സ്മോൾ ഫേംസിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഇതിനകത്തൊക്കെ ഈ ബന്ധങ്ങളിലൊക്കെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരാം. മറ്റൊന്ന് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ജോബ് സാറ്റിസ്ഫാക്ഷന് നേരിട്ടുള്ള ലൈഫ് സാറ്റിസ്ഫാക്ഷനായിട്ട് ബന്ധമുണ്ട്. ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനോ കുറയ്ക്കാനോ ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ലെവൽസിന് മൂലം സാധിക്കാം. സോ ദാറ്റ് വാസ് അബൌട്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇനിയുള്ള മറ്റൊന്ന് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് അഥവാ OC ആണ്. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽസ് ഫീലിംഗ്സ് അബൌട്ട് ദി ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. It is also the psychological bond that an employee has with the organization, and it has been found to be related to goal and value congruence, behavioral investments, and allegiance to the organization. അതായത് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ച്, നമ്മൾ നേരത്തെ ജോബിന്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ജോബ് സാറ്റിസ്ഫാക്ഷനെ അപേക്ഷിച്ച് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനത്തോട്, നിങ്ങളുടെ
വർക്ക് പ്ലേസിനോടുള്ള നിങ്ങളുടെ ഓർഗനൈസേഷനോടുള്ള നിങ്ങളുടെ ഒരു വിലയിരുത്തലും ഒക്കെയാണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിനകത്ത് പ്രധാനമായിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ബോണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനമായിട്ടുള്ള സൈക്കോളജിക്കൽ ബോണ്ട്. സോ ഇഫ് യു ബിലോങ് ടു a military organization, how much do you feel connected, psychologically connected to this your battalion or your force? അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. ആൻഡ് അത് അതിന്റെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ഒന്ന് ഗോൾ കോൺഫിഡൻസും, മറ്റൊന്ന് വാല്യൂ കോൺഫിഡൻസുമാണ്. ഗോൾ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ പേഴ്സണൽ ഗോൾസും ഓർഗനൈസേഷൻ ഗോൾസും എത്രമാത്രം ഒരുമിച്ച് പോകുന്നു എന്നുള്ളത്. മറ്റൊന്ന് വാല്യൂ കോൺഫിഡൻസ് ആണ്. നിങ്ങൾ നിങ്ങൾ വളരെയധികം വാല്യൂ ഡ്രിവൺ ആയ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. ആൻഡ് യു എൻഡ് അപ്പ് ഇൻ എ ജോബ് with a corporation like Byju's, and Byju's is said to be an organization that is very low on values, at least for on some counts. അപ്പൊ അങ്ങനെ നിങ്ങളുടെ വാല്യൂസും നിങ്ങളുടെ ഓർഗനൈസേഷന്റെ വാല്യൂസും തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്ന് വിചാരിക്കുക. അതിനാണ് വാല്യൂ ഇൻകോർപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ യുവർ ബിഹേവിയർ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. നിങ്ങൾ ഈ ഓർഗനൈസേഷന് വേണ്ടി എത്രമാത്രം ഈ ജോലിക്ക് പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ഡിറ്റർമിനിങ് ഫാക്ടറാണ്. അതുപോലെ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റും ഈ ഓർഗനൈസേഷനോട് നിങ്ങളുടെ അലീജിയൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പലപ്പോഴും ആളുകളെ കൊണ്ട് പലതരത്തിലുള്ള ഇൻഹ്യൂമൻ കാര്യങ്ങൾ ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. അവയും ഓർഗനൈസേഷൻ, ഇപ്പൊ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ്, ഗ്യാസ്റ്റിൽ ഓർഗനൈസേഷൻസ്, അവിടെയൊക്കെ ഒരു കോമൺ ഗോൾ ഉണ്ട്. അത്തരം ഒരു കോമൺ ഗോളിനുള്ള നിങ്ങളുടെ അലീജിയൻസ് എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചും അത് നിരന്തരം ഉറപ്പിക്കാൻ അവരെ കൊണ്ട് ആവശ്യപ്പെട്ടും, അത് ഈ നിങ്ങളുടെ ബിയോണ്ട് ദി ഇൻഡിവിജ്വൽ, നിങ്ങൾ വ്യക്തി എന്ന നിലയിലൊക്കെ പ്രധാനം നിങ്ങളുടെ ഓർഗനൈസേഷൻ ആണെന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയൊക്കെ ഈ കമ്മിറ്റ്മെന്റ് ഉറപ്പിച്ചിട്ടാണ് അവരുടെ ഈ സ്ഥാപനത്തോടുള്ള അവരുടെ അലീജിയൻസ് ഒക്കെ ഉറപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തില് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിന് അലീജിയൻസ് ടു ദി ഓർഗനൈസേഷനുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിനോട് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിനെ പഠിക്കുമ്പോൾ നമുക്ക് 2-3 തരത്തിലുള്ള അപ്രോച്ചസ് എടുക്കാൻ പറ്റും. ഒന്ന് ആറ്റിറ്റ്യൂഡിനൽ അപ്രോച്ചാണ്, മറ്റൊന്ന് കമ്മിറ്റ്മെന്റ് റിലേറ്റഡ് ബിഹേവിയർ അപ്രോച്ചാണ്. സോ ആറ്റിറ്റ്യൂഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത് it views organizational commitment as a positive individual orientation towards the organization. അതായത് നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ എത്രമാത്രം ഇഷ്ടമാണ്, നമുക്ക് അതിനുള്ള ഒരു സ്നേഹം എത്രമാത്രമാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു സാധനമാണ് ഈ ആറ്റിറ്റ്യൂഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് an effective attachment to the goals and values of the organization and to the organization for its own sake, apart from its purely instrumental work. അതായത് ഈ ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നു, എന്റെ ബില്ലുകൾ അടയ്ക്കാൻ സാധിക്കുന്നു എന്നൊക്കെ ഉള്ളതിനപ്പുറത്തേക്ക് ഈ അത്തരം കാര്യങ്ങൾ വിട്ടിട്ട് അതിനപ്പുറത്തേക്ക് ഇമോഷണൽ ആയ അറ്റാച്ച്മെന്റ് എത്രമാത്രം ഈ സ്ഥാപനത്തോടും ആ സ്ഥാപനത്തിന്റെ വാല്യൂസിനോടും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അത്തരത്തിലാണ് നമ്മൾ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് അവിടെ കാണാൻ ശ്രമിക്കുന്നത്. ആൻഡ് there are 3 components. ഒന്ന്, a strong belief in the organization's goals and values. അതായത് ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ, അതിന്റെ പ്രധാനപ്പെട്ട വാല്യൂസ്, ഇതിനോടൊക്കെയുള്ള കടുത്ത വിശ്വാസം, അത് ശരിയാണ് എന്നുള്ള കടുത്ത വിശ്വാസമാണ് ഒന്ന്. Another is a willingness to exert considerable effort on behalf of the organization. അതായത് ഈ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓഫീസ് ടൈമിനപ്പുറത്തോ നിങ്ങളുടെ കഴിവുകൾക്കപ്പുറത്തോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ സന്നദ്ധതയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് സ്ട്രോങ് ഡിസൈർ ടു മെയിൻറ്റെയിൻ മെമ്പർഷിപ്പ് ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് ഈ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് തുടരാനുള്ള കടുത്ത ആഗ്രഹം. അത് ഈ പറഞ്ഞ പോലെ ശമ്പളമൊന്നും ആയിരിക്കില്ല അവിടെ ഘടകം. നിങ്ങൾക്ക് ഈ ഓർഗനൈസേഷനുള്ള ഇഷ്ടം ഉണ്ടാവും ഒരു പക്ഷെ, എങ്ങനെയായാലും എന്ത് വന്നാലും ഈ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കണമെന്ന വലിയ ആഗ്രഹം ഉണ്ടാവുക. ഇത് മൂന്നുമാണ് ആറ്റിറ്റ്യൂഡിനൽ അപ്രോച്ചിന്റെ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനൽ അപ്രോച്ച് എന്ന തരത്തിൽ നമ്മൾ കാണുമ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്നത്. രണ്ടാമത്തേത് കമ്മിറ്റ്മെന്റ് റിലേറ്റഡ് ബിഹേവിയർ അപ്രോച്ച് ആണ്. അതായത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ബിഹേവിയർ പാറ്റേൺ മേഡ് ബൈ ഇന്റേണലൈസ്ഡ് നോർമേറ്റീവ് പ്രഷേഴ്സ് ടു ആക്ട് ഇൻ വേസ് ദാറ്റ് മീറ്റ് ഓർഗനൈസേഷൻസ് ഗോൾസ് ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ഈ ഓർഗനൈസേഷന് വേണ്ടത് എന്താണോ അതിനനുസരിച്ച് പെരുമാറാനുള്ള നമ്മുടെ ഒരു
പിന്നെ നമ്മുടെ റെഡിനെസിന്റെ ഒരു അളവായിട്ടാണ് നമ്മൾ കമ്മിറ്റ്മെന്റ് റിലേറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത് എടുക്കുന്നത്. അത് കുറെയൊക്കെ നിങ്ങളുടെ ഒരു കോൺഷ്യസ് ആയ തീരുമാനമാണ്. ഒരുപക്ഷെ നേരത്തെ കണ്ട ആറ്റിറ്റ്യൂഡ് അപ്രോച്ച് പോലെ വളരെ ഇമോഷണലായ ഒരു അറ്റാച്ച്മെന്റ് അല്ല ഓർഗനൈസേഷൻ, മറിച്ച് കുറച്ചുകൂടെ ബിഹേവിയറലായ നിങ്ങളുടെ പെരുമാറ്റങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർഗനൈസേഷന്റെ ഗോൾസുമായിട്ട് ചേർന്ന് പോകാത്ത തരത്തിൽ കൊണ്ടുപോകാനുള്ള നിങ്ങളുടെ വില്ലിങ്നെസ്സും ഒക്കെയാണ്. So it is a willingness of an individual to identify with and the desire not to leave an organization for selfish interest or marginal gains. അതായത് 30% ഹൈക്ക് അപ്പുറത്തുള്ള കമ്പനി തരുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണ് ബിക്കോസ് ഓഫ് സർട്ടൻ കമ്മിറ്റ്മെന്റ്സ് ദി ഓർഗനൈസേഷൻ. അത്തരത്തിലൊക്കെ നമ്മൾ അതിനെ കാണുന്നതാണ് കമ്മിറ്റ്മെന്റ് റിലേറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ പിന്നെ വിട്ടുപോകാൻ മടി മാത്രമല്ല, ഓർഗനൈസേഷനെ മെച്ചപ്പെടുത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മുടെ സാധ്യത. അതുപോലെ പിന്നെ ചിലപ്പോഴെങ്കിലും പലതരത്തിലുള്ള പേഴ്സണൽ സാക്രിഫൈസുകൾ ഓർഗനൈസേഷൻ വേണ്ടി ചെയ്യാനുള്ള നിങ്ങളുടെ സന്നദ്ധത, അതുപോലെ ഓർഗനൈസേഷന്റെ ബിലീഫ്, ക്ഷമിക്കണം, അതിന്റെ വാല്യൂസ്, ഗോൾസ്, ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ സന്നദ്ധത, ഇതൊക്കെ ചേർന്നിട്ടാണ് ഈ രണ്ടാമത്തെ അപ്രോച്ചിൽ നമ്മൾ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിനെ കാണുന്നത്. There are a lot of similarities between these two approaches. കാരണം ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഒരു വില്ലിങ്നെസ് ആണ്, ഓർഗനൈസേഷന്റെ കൂടെ നിൽക്കാനുള്ള വില്ലിങ്നെസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഈ പറഞ്ഞ രണ്ട് അപ്രോച്ചും തമ്മിൽ കുറേയേറെ സാമ്യങ്ങളുണ്ട്. പക്ഷേ ആദ്യത്തേത് കുറെ കൂടി ഇമോഷണൽ ആണെങ്കിൽ രണ്ടാമത്തെ അപ്രോച്ച് കുറച്ചും കൂടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ തയ്യാറാണ് എന്ന തരത്തിലാണ് രണ്ടാമത്തെ അപ്രോച്ച് നമ്മൾ കാണുന്നത്. മേയർ എന്നതിന്റെ മോഡൽ ഓഫ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതിനകത്ത് ഒരു 3 തരം കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അഫക്റ്റീവ് കമ്മിറ്റ്മെന്റ്, കണ്ടിന്യൂസ് കമ്മിറ്റ്മെന്റ് ആൻഡ് നോർമറ്റീവ് കമ്മിറ്റ്മെന്റ്. ഇങ്ങനെ 3 തരം കമ്മിറ്റ്മെന്റ് ആണുള്ളതെന്നാണ് ഈ ഒരു മോഡലിൽ പറയുന്നത്. ഒന്ന് അഫക്റ്റീവ് കമ്മിറ്റ്മെന്റ് ആണ്. അത് അഫക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. അഫക്റ്റ് എന്ന വാക്കിന്റെ അർത്ഥത്തിൽ ഇമോഷൻ എന്നുള്ളതാണ്. ഇമോഷൻ, എത്രമാത്രം ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളത്. അപ്പോ ഓർഗനൈസേഷന്റെ ഗോൾസ് അതുമായിട്ടൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം ഇമോഷണലി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രമാത്രം ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്, അതാണ് അഫക്റ്റീവ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർസെപ്ഷൻ ഓഫ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ലീവിംഗ് ദി ഓർഗനൈസേഷൻ. അതായത് ഞാൻ ഇവിടെ വിട്ടുപോയാൽ എനിക്ക് എന്തൊക്കെയാണ് നഷ്ടം വരിക എന്നുള്ളത്. ഇവിടുത്തെ അന്തരീക്ഷം, ഇവിടുത്തെ കൂട്ടുകാർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഇവിടെ തുടരാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ അത്തരത്തില് വിട്ടുപോയാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ പറ്റിയുള്ള പിന്നെ ചിന്ത ആണ് കണ്ടിന്യൂസ് കമ്മിറ്റ്മെന്റ് വരുന്നത്. നോർമറ്റീവ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് പെർസെപ്ഷൻസ് ഓഫ് വൺസ് ഒബ്ലിഗേഷൻ ടു ദർ ഓർഗനൈസേഷൻ. ഈ സ്ഥാപനം എന്റെ ചോറാണ്, അതിനോട് എനിക്ക് കൂറുണ്ടാവണം എന്ന തരത്തിലൊക്കെ നമുക്ക് പറയുന്ന ഒരു സാധനമുണ്ട്. അത്തരത്തിലുള്ള ഈ പിന്നെ ഒബ്ലിഗേഷൻസ്, ഈ സ്ഥാപനത്തോടുള്ള നമ്മുടെ ഒബ്ലിഗേഷൻസ് പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് നോർമറ്റീവ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ പിന്നെ ഇതിനകത്തുള്ള ഈ പ്രത്യേകിച്ച് അഫക്റ്റീവ് കമ്മിറ്റ്മെന്റ് എന്ന സാധനമൊക്കെ പിന്നെ അളന്നെടുക്കാൻ കുറച്ച് പ്രയാസമുള്ളതായതുകൊണ്ടും എംപിരിക്കൽ എവിഡൻസ് കുറവായതുകൊണ്ടും ഇത്തരം ഒരു മോഡല് ഡിഫാക്ടോ മോഡൽ ഓഫ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആയിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ ഉള്ളൊരു ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിവേ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഈസ് റിലേറ്റഡ് ടു ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ്. നമുക്ക് ഒരുപക്ഷെ ഇറ്റ്സ് ക്വൈറ്റ് ഒബ്വിയസ് അങ്ങനെ ഉണ്ടാവാം എന്നുള്ളത്. പക്ഷേ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷൻ വലിയൊരു അളവും നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ആ ജോലിയിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി മാക്രോ സ്വഭാവമുള്ളത്. അതായത് ഇറ്റ്സ് അബൌട്ട് ദി ഓർഗനൈസേഷൻ ഓർ ദ ഫീലിംഗ്സ് ദാറ്റ് വി ഹാവ് അബൌട്ട് ദി ഓർഗനൈസേഷൻ. അത്തരത്തിൽ കുറച്ചുകൂടെ മൈക്രോ ലെവലിലാണ്, മൈക്രോ അല്ലെങ്കിൽ സ്പെസിഫിക് ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എങ്കിൽ കമ്മിറ്റ്മെന്റ് കുറച്ചുകൂടെ ഒരു ബ്രോഡ് ആയിട്ടുള്ള സാധനമാണ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ അഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഇമോഷണൽ ആണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞു, സാറ്റിസ്ഫാക്ഷൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കാം. കമ്മിറ്റ്മെന്റ് അങ്ങനെ മാറണമെന്നില്ല. കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നതും വളരെ പതിയാണ്, കമ്മിറ്റ്മെന്റ് തീരുന്നതും വളരെ പതിയാണ്. നിങ്ങൾ ഫസ്റ്റ് ഡേ ഓഫ് ജോബ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം. നിങ്ങൾക്ക് രാവിലെ ചെന്നു, കൊളീഗ്സ് ഒക്കെ കൊള്ളാം, അന്തരീക്ഷം കൊള്ളാം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഫസ്റ്റ് ദിവസം തന്നെ ഉണ്ടാവാം. പക്ഷെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്നത് പതിയാണ്, അത് ബിൽഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ മാറുന്നതും വേഗമാണ്, കമ്മിറ്റ്മെന്റ് അത്ര വേഗം മാറുകയുമില്ല. അതുപോലെ പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ പലതരത്തിലും ടേൺ ഓവർ ഇന്റൻഷൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി വിടാനുള്ള ആഗ്രഹം ഒക്കെ ഇങ്ങനെ നിരന്തരം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് വിട്ട് വേറെ ജോലി നോക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷേ
ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് ഈസ് വാട്ട് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു ആക്ച്വൽ ടേൺ ഓവർ. അതായത് ഒരു എംപ്ലോയി വിട്ടുപോകുമോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജോലി വിട്ട് വേറെ ജോലി തേടി പോകുമോ എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രഡിക്റ്റർ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ജോലികളിൽ നിങ്ങൾ ദീർഘകാലം തുടരാൻ സാധ്യതയുണ്ട് ഫോർ വേരിയസ് റീസൺസ്. പക്ഷേ നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് വിട്ടുപോകാൻ കുറച്ചും കൂടി എളുപ്പമാണ് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ ദേ ആർ റിലേറ്റഡ് ടു ടേൺ ഓവർ, quitting the job. And these are the factors and antecedents of ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ്. അതായത് നിങ്ങളുടെ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അതിന് കാരണമാകുന്ന, സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കണ്ട പോലെ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഒന്ന് പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, വ്യക്തി എന്ന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അഗെയിൻ ഏജ് ഉണ്ട്, ജെൻഡർ ഉണ്ട്, മാരിറ്റൽ സ്റ്റാറ്റസ് ഉണ്ട്, എഡ്യൂക്കേഷൻ, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, ഇതൊക്കെ കമ്മിറ്റ്മെന്റിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ വർക്ക് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോബ് റോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലാണോ, വ്യത്യാസമാണോ, അതുപോലെ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രം ഉണ്ട്, ട്രെയിനിങ്, നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രം ഉണ്ട്, ജോബ് സെക്യൂരിറ്റി, ഓർഗനൈസേഷൻ ജസ്റ്റിസ്, ഓർഗനൈസേഷൻ സപ്പോർട്ട്, ഓർഗനൈസേഷൻ കൾച്ചർ, ടൈപ്പ് ഓഫ് ദ സെക്ടർ, ഇതൊക്കെ ഈ വർക്ക് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളാണ്. മറ്റൊന്ന് വർക്ക് എക്സ്പീരിയൻസ് ആണ്. അത് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ട്രസ്റ്റ്, ജോബ് ഇൻവോൾവ്മെന്റ് പോലെയുള്ള നിങ്ങളുടെ ഡേ ടു ഡേ വർക്ക് ലൈഫിൽ നിങ്ങൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസസ്, ഇതെല്ലാം ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ആന്റിസിഡൻസ് ആണ്. അതുപോലെ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിന്റെ ചില കോൺസിക്വൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അത് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് ആണ് ഒന്ന്. മറ്റൊന്ന് ടേൺ ഓവർ, ആബ്സെന്റീസം പോലെയുള്ള കൗണ്ടർ പ്രൊഡക്റ്റീവ് ബിഹേവിയർ ഉണ്ട്. അതായത് കമ്മിറ്റ്മെന്റ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ടേൺ ഓവറിനുള്ള സാധ്യത, നിങ്ങൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്, ആബ്സെന്റീസം കൂടാനോ വർക്ക് പ്ലേസ് ഡീവിയൻസിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, മോട്ടിവേഷൻ, ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ, ഇതൊക്കെയും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ജോലിയിൽ സ്വാഭാവികമായിട്ട് എനിക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മോട്ടിവേഷൻ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ്, OCV ഞാൻ നേരത്തെ പറഞ്ഞു, ബിയോണ്ട് കോൾ ഓഫ് ഡ്യൂട്ടി, നിങ്ങൾ 5 മണി വരെ വർക്ക് ടൈം ഉള്ളൂ, പക്ഷെ നിങ്ങൾ ഈ ജോലിയോടുള്ള ഇഷ്ടം മൂലം അല്ലെങ്കിൽ സ്ഥാപനത്തോടുള്ള താല്പര്യം മൂലം 9 മണി വരെ വർക്ക് ചെയ്യുന്നു. അതൊക്കെ ഈ OCVയുടെ ഭാഗമാണ്, ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയറിന്റെ ഭാഗമാണ്. അതുപോലെ പിന്നെ ഈ കോൺസിക്വൻസസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് അഫക്റ്റീവ് കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ 3 പറഞ്ഞു, കണ്ടിന്യൂസ്, നോർമേറ്റീവ്, അഫക്റ്റീവ്. ഈ അഫക്റ്റീവ് കമ്മിറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞ ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, മോട്ടിവേഷൻ, ആബ്സെന്റീസം, ഇതുമായിട്ടൊക്കെ ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന അഫക്റ്റീവ് കമ്മിറ്റ്മെന്റ് ആണ്. അതായത് ഈ ജോബ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റിന്റെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഭാഗം, എനിക്ക് ഈ ജോലി ഇഷ്ടമാണ്, അല്ലെങ്കിൽ സ്ഥാപനത്തെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ള നിങ്ങളുടെ ഈ പിന്നെ ഇമോഷണൽ റെസ്പോൺസ്, അത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹ്യൂമൻസ് ആർ ഇമോഷണൽ ബീയിങ്സ്. നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും ഈ നമ്മുടെ ബ്രെയിൻ സ്റ്റെം എന്നൊക്കെ പറയുന്ന ഭാഗം അമിഗ്ഡലയിലൊക്കെയാണ് ഇമോഷൻസ് പ്രോസസ് ചെയ്യപ്പെടുന്നത്. നമ്മൾ നടത്തുന്ന നമ്മുടെ എല്ലാത്തരം പെരുമാറ്റങ്ങളും, ഈവൻ വെൻ യു ആർ പ്രസന്റിങ് എ പേപ്പർ ആൻഡ് ഡിഫെൻഡിങ് യുവർ പേപ്പർ ഇൻ എ സയന്റിഫിക് കോൺഫറൻസ്, what you do is you do things emotionally. ഇപ്പൊ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഹൈപ്പോത്തിസിസ്, അതായത് നിങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പുതിയ തിയറം ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന മറ്റ് സയന്റിസ്റ്റുകൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഫസ്റ്റ് റെസ്പോൺസ് എപ്പോഴും ദേഷ്യം വരികയോ വിഷമം വരികയൊക്കെ ആയിരിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങൾ അവർ പറഞ്ഞ വാദങ്ങളെ പരിശോധിക്കുകയും ഈ വാദങ്ങളെ പരീക്ഷിക്കുകയും അത് തള്ളുകയോ കൊള്ളുകയോ ചെയ്യുള്ളൂ. അപ്പൊ എല്ലാ തരത്തിലുമുള്ള നമ്മൾ വളരെ റാഷണൽ എന്ന് വിചാരിക്കുന്ന പല തീരുമാനങ്ങളും പല പെരുമാറ്റങ്ങളും ബേസിക്കലി ഇമോഷണലാണ്, അല്ലെങ്കിൽ ഇമോഷൻ കൊണ്ട് ഡ്രിവൺ ആണ് എന്ന് പറയാം. ഇറ്റ്സ് അബൌട്ട് ബിൽഡിംഗ് ഓർ പ്രൊമോട്ടിംഗ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ്. ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് മെച്ചപ്പെടുത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഓർഗനൈസേഷൻ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് അത്യാവശ്യം നീതിയുള്ള ഒരു സ്ഥലമാണ് എൻ്റെ സ്ഥാപനമെന്ന് ആളുകൾക്ക് തോന്നിക്കുന്ന തരത്തിലേക്ക് ഓർഗനൈസേഷൻ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക. അതുപോലെ ഒരു സപ്പോർട്ടിങ് എൻവയോൺമെന്റ് ഉണ്ടായിരിക്കുക. ദർ ഷുഡ് ബി ഷെയർഡ് ഇൻട്രസ്റ്റ്, അതായത് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റുകളും ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റുകളും തമ്മിൽ ചേർന്ന് പോകുന്ന തരത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക. ബിൽഡിംഗ് ട്രസ്റ്റ്, ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസിനും ഓർഗനൈസേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ അതുമായി തമ്മിലുള്ള ട്രസ്റ്റ് മെച്ചപ്പെടുത്തുക.
ഓർഗനൈസേഷണൽ കോംപ്രിഹെൻഷൻ മെച്ചപ്പെടുക. അതായത് ഈ എംപ്ലോയീസിന്റെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളെ ഓർഗനൈസേഷൻ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പൊ അത് ആബ്സെന്റീസം ആയിക്കോട്ടെ, അവര് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുക ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വെർബൽ, നോൺ വെർബൽ ബിഹേവിയർ ഉണ്ടാവും, കമ്മ്യൂണിക്കേഷനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. ഇത്തരം ശ്രമങ്ങളെയൊക്കെ എങ്ങനെ ഈ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ മനസ്സിലാക്കുന്നതാണ് ഓർഗനൈസേഷൻ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പിന്നെ അളവ് എത്രമാത്രം എന്നൊക്കെയുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യതയാണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് മെച്ചപ്പെടുത്താനുള്ള. ഇനിയുള്ളത് പിന്നെ എംപ്ലോയി ഇൻവോൾവ്മെന്റ് ആണ്. അതായത് കഴിയുന്നിടത്തോളം എംപ്ലോയീസിനെ ഓർഗനൈസേഷനിൽ നടക്കുന്ന കാര്യങ്ങളിൽ, അത് പ്ലാനിങ് ആയിക്കൊള്ളട്ടെ, പിന്നെ ഗോൾ സെറ്റിംഗ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ഡിസൈൻ ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ എന്ത് കാര്യത്തിലും എംപ്ലോയീസിനെ പരമാവധി ഇൻവോൾവ്മെന്റ് കൊണ്ടുവരിക. ആ ഇൻവോൾവ്മെന്റ് നമ്മൾ നേരത്തെ ജോബ് സാറ്റിസ്ഫാക്ഷന്റെ കാര്യത്തിലും ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഈ ജോബിന്റെ ഔട്ട്കംസുമായിട്ടും ഒക്കെ നിങ്ങൾക്ക് എത്രമാത്രം ബന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, അത് നിങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കും. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് മെച്ചപ്പെടുത്താനും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിങ്ങൾ ഈ എംപ്ലോയീസിനെ ഇൻവോൾവ് ആക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊന്ന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് എംപ്ലോയീസിന് വളരാനുള്ള സാധ്യത, എംപ്ലോയീസിന് സ്വയം മെച്ചപ്പെടുത്താനുള്ള സാധ്യത എത്രമാത്രം ഒരുക്കാൻ സ്ഥാപനത്തിന് കഴിയുന്നു എന്നുള്ളത്, ഇതൊക്കെ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ ആ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞു. 1-2 ടോപ്പിക്കുകൾ ഉണ്ട്. ഒരു 10 മിനിറ്റ് ഉണ്ട്. കുറച്ചും കൂടെ ഞാനൊന്ന് കവർ ചെയ്യാൻ ശ്രമിക്കാം. ഒന്ന് ലീഡർഷിപ്പ് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മുടെ ഇതിൽ പരീക്ഷകൾക്ക് നിരന്തരം ചോദിക്കാറുള്ള ഒന്നാണ്. സോ ലീഡർഷിപ്പിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് ദ ആർട്ട് ഓഫ് മോട്ടിവേറ്റിംഗ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു ആക്ട് ടുവേർഡ്സ് അച്ചീവിംഗ് എ കോമൺ ഗോൾ എന്നുള്ളതാണ്. അത് ഓർഗനൈസേഷനകത്തും പുറത്തും ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കോമൺ ഗോൾ, ഒരു കോമൺ ആയ ഒരു ലക്ഷ്യത്തിന് നേർക്ക് സഞ്ചരിക്കാൻ ഒരു കൂട്ടം ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, മോട്ടിവേഷൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു, മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ, അല്ലെങ്കിൽ അതൊരു കലയാണെന്നാണ് പറയുക. കലയാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ചേറെ സബ്ജക്ടിവിറ്റി വരാറുമുണ്ട്. അതിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പൊതുവിൽ വിളിക്കുന്നത്. ലീഡർഷിപ്പിനെ പലതരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് പിന്നെ ലീഡർഷിപ്പ് ബേസ്ഡ് ഓൺ ഒറിജിൻ, അതായത് ലീഡർഷിപ്പ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 2-3 തരം ലീഡർഷിപ്പ് പറയാൻ പറ്റും. ഒന്ന് എക്സിക്യൂട്ടീവ് അപ്പോയിന്റഡ് ലീഡർഷിപ്പ് ആണ്. അത് നമുക്കറിയാം. അതായത് ലീഡറെ അപ്പോയിന്റ് ചെയ്യാൻ അധികാരമുള്ള ഒരു സ്ഥാനത്ത് നിന്നും അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ലീഡർ. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരാളെ മോണിറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് എക്സിക്യൂട്ടീവ് അപ്പോയിന്റഡ് ലീഡർഷിപ്പ് ആണ്. അതേസമയം ലീഡർ അപ്പോയിന്റഡ് ബൈ ദ ഗ്രൂപ്പ് ഉണ്ട്. ഈ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടെ 1-2 പേര് സ്വയം നോമിനേറ്റ് ചെയ്യുകയും ക്ലാസ്സിലെ കുട്ടികൾ കൈ ഉയർത്തിയോ വോട്ട് ചെയ്തോ ഒക്കെ ഒരാളെ തീരുമാനിക്കുകയും ചെയ്യുന്നത് എന്താണ്, ലീഡർ അപ്പോയിന്റഡ് ബൈ ദ ഗ്രൂപ്പ് ആണ്. അതേസമയം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവള് ഈ പറഞ്ഞ പോലെ ചോക്ക് എടുത്തോണ്ട് വരിക, പിന്നെ അങ്ങനെയൊക്കെയുള്ള, പിന്നെ ടീച്ചറില്ലാത്ത സമയത്ത് പുതിയ ടീച്ചർമാരെ പോയി സ്റ്റാഫ് റൂമിൽ ചെന്ന് വിളിച്ചോണ്ട് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള് കാലക്രമേണ ലീഡറായി വരുന്നത്, അത് ഒരുതരം സെൽഫ് അപ്പോയിന്റഡ് ലീഡറാണ്. സെൽഫ് അപ്പോയിന്റഡ് ലീഡേഴ്സ് പലതരത്തിലും ഉണ്ടാവും. ഈ സ്വയം ലീഡറാണെന്ന് പ്രഖ്യാപിച്ച് ലീഡർമാരാവുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ ഇതാണ് ബേസ്ഡ് ഓൺ ഒറിജിൻ, ലീഡർഷിപ്പ് എവിടുന്ന് വരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ലീഡർഷിപ്പിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മറ്റൊന്ന് ലീഡർഷിപ്പ് ബേസ്ഡ് ഓൺ പർപ്പസ് ഉണ്ട്. അതായത് എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഈ ലീഡർ എന്താണ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഒന്ന് ഇന്റലക്ച്വൽ ലീഡർഷിപ്പാണ്. അത് പലപ്പോഴും ഈ പിന്നെ ഭൗതികമായ ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് വോൾട്ടർ ഒക്കെ ചെയ്തത് ഒരു ഇന്റലക്ച്വൽ ലീഡർഷിപ്പാണ്. അത് അവരെ ആശയങ്ങൾ കൊടുത്തുകൊണ്ട് ഒക്കെ നടത്തുന്ന പിന്നെ ഒരു ലീഡർഷിപ്പാണ് നമ്മൾ പിന്നെ ഇന്റലക്ച്വൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റിക് ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്നത് അതാത് മേഖലയിലെ ഏറ്റവും പ്രോമിനന്റ് ആയി കാര്യങ്ങൾ ചെയ്യുന്നയാൾ അവിടുത്തെ ലീഡറായി മാറുക, ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കർ ഒക്കെ ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ആർട്ടിസ്റ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പൊതുവിൽ മറ്റു തരം ലീഡർഷിപ്പും ഒക്കെ എക്സിക്യൂട്ടീവ് ആണ്. ഒരു ജനാധിപത്യ സംവിധാനത്തില് ഭരണത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ എക്സിക്യൂട്ടീവ് ലീഡറാണ്. അപ്പൊ അവര് പിന്നെ ഈ പിന്നെ ഒരു ഭരണഘടനയിലെ നിയമം ഉണ്ടാവും, ആ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പുവരുത്താനും ഒക്കെ ഉത്തരവാദിത്തം കിട്ടുന്നയാൾ, അത് എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പാണ്. പിന്നെയുള്ളതെന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്
ബേസ്ഡ് ഓൺ നേച്ചർ ആണ്. അതായത് ലീഡർഷിപ്പിന്റെ സ്വഭാവം അനുസരിച്ച് പലതരത്തിൽ തിരിക്കാറുണ്ട്. ഓട്ടോക്രാറ്റിക് പ്രൊഡക്ഷൻ സെന്റേർഡ് എന്ന് പറയുന്ന ഒന്ന്, ഡെമോക്രാറ്റിക് ഓർ എംപ്ലോയി സെന്റേർഡ്, പിന്നെ ലേസസ് ഫെയർ ലീഡർഷിപ്പ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ലീഡർഷിപ്പ് ഉണ്ട്, ഡോമിനന്റ് ലീഡർഷിപ്പ് ഉണ്ട്, എക്സ്പെർട്ട് ലീഡർഷിപ്പ് ഉണ്ട്, പെർസുവേസീവ് ലീഡർഷിപ്പ് ഉണ്ട്. ഇതൊന്നും കൂടാതെ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്ന മറ്റു പ്രധാനപ്പെട്ട പിന്നെ ടൈപ്പും ഉണ്ട്. സോ ഓട്ടോക്രാറ്റിക് ഓർ പ്രൊഡക്ഷൻ സെന്റർ ഓഫ് അതോറിറ്റി എന്നൊക്കെ പറയുന്നത് പിന്നെ ഈ അടക്കി ഭരിക്കുന്ന ലീഡർമാരാണ്. പലപ്പോഴും എല്ലാ തീരുമാനങ്ങളും സ്വയം എടുക്കുന്ന, ഔട്ട്കം ഇതിലൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന, ആജ്ഞകൾ അനുസരിക്കാത്തവരെ പലപ്പോഴും കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ പുറത്താക്കുകയോ ഒക്കെ ചെയ്യുന്ന, പിന്നെ ഈ മുകളിൽ നിന്ന് താഴേക്ക് മാത്രം കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പോകുന്ന തരം ലീഡർഷിപ്പിനെയാണ് ഓട്ടോക്രാറ്റിക് എന്ന് വിളിക്കുന്നത്. ഡെമോക്രാറ്റിക് ഓർ എംപ്ലോയി ലീഡർഷിപ്പ് സെന്റർ എന്ന് പറയുന്നത് ഒരു നമ്മൾ സാധാരണ ജനാധിപത്യപരം എന്നൊക്കെ വിളിക്കുന്ന ഒരു സാധനമാണ്. പലതരം ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഈ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരെ ഒരുമിച്ച് നിർത്തുകയാണ്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു കൊടുക്കുകയും, ഉത്തരവാദിത്തങ്ങൾ സ്വയം എടുത്തു വെക്കുകയല്ല, ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു കൊടുക്കുകയും അവ ആൾക്കാരെ നിറവേറ്റുന്ന ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ആളുകളോട് സജഷൻസ് വാങ്ങുകയും ഒരു പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന തരം ലീഡർഷിപ്പിനെയാണ് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ എംപ്ലോയി സെന്റേർഡ് ലീഡർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ലേസസ് ഫെയർ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നറിയാത്ത ചില ആൾക്കാരുണ്ടാവും. അത്തരം ആൾക്കാരെയാണ് നമ്മൾ ലേസസ് ഫെയർ എന്ന് വിളിക്കുന്നത്. അവര് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള കൺട്രോളും എക്സർട്ട് ചെയ്യുന്നില്ല. ഒരു പക്ഷേ ഒരു സർക്കാർ ഓഫീസിലാണെങ്കിൽ രാവിലെ വന്ന് ഒപ്പിട്ട് വൈകിട്ട് പോകും, മാസാമാസം ശമ്പളം വാങ്ങും, താഴെയുള്ളവർ ഒപ്പിടാൻ പറഞ്ഞ ഒപ്പിടും, ഇനി വെറുതെ ഇരിക്കും, ഒന്നും ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ വെറുതെ ഇരിക്കും. അത്തരത്തിലുള്ള ലീഡർഷിപ്പിനെയാണ് ലേസസ് ഫെയർ ലീഡർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ലീഡർഷിപ്പ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ്. അവിടെ പിന്നെ ലീഡർഷിപ്പിന്റെ മൊത്തം പ്രോസസ്സിൽ ഈ 4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന്, ലീഡർ ഉണ്ടാവണം, ഫോളോവേഴ്സ് ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ് ഉണ്ടാവും, അതുപോലെ സിറ്റുവേഷൻ ഇൻ വിച്ച് ലീഡർഷിപ്പ് ഒക്കേഴ്സ്. ഇത് 4മാണ്. ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്ന്, ഇന്റർപേഴ്സണൽ സ്കിൽസ് ആണ്. അതായത് ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ പിന്നെ കൊണ്ടു നടക്കാനും, റിലേഷൻഷിപ്പുകളെ മെയിൻറ്റെയിൻ ചെയ്യാനും, പ്രശ്നങ്ങളെ പരിഹരിക്കുക, അത് വളരെ പ്രധാനമാണ്. പിന്നെ പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അതായത് നല്ല ലിസണർമാരാവുക, പിന്നീട് നല്ല സ്പീക്കർ ആവുക എന്ന തരത്തിൽ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് ലീഡർഷിപ്പ്, നല്ല ലീഡർമാര്. അതുപോലെ നെപ്പോട്ടിസം പോലെയുള്ള പ്രശ്നങ്ങളില്ലാത്ത, മനുഷ്യരായി വാല്യൂ ചെയ്യുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ലീഡർമാര്. അതുപോലെ ഓർഗനൈസേഷൻ ഗോൾസ് എന്തൊക്കെയാണ്, ഈ ഇൻഡിവിജ്വൽസിന്റെ ഒക്കെ ഗോൾസിനെ ഇതുമായിട്ട് എങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റും, ഇതിന് ഒക്കെയുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഓർഗനൈസേഷന്റെ ഗോൾസിന്റെ മുന്നിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി, പ്രത്യേകിച്ചും പ്രധാനമായിട്ടും വരാൻ പോകുന്ന ചലഞ്ചസിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവുക എന്നത് ലീഡർഷിപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ കോൺഫിഡൻസ്, ഫ്ലെക്സിബിലിറ്റി, ക്രിയേറ്റിവിറ്റി, അതുപോലെ റിസൾട്ട് ഓറിയന്റേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് സ്കില്ലുകളാണ്.